നമസ്കാരം. 2 വർഷത്തോളമായി ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് സമാധാന ശ്രമങ്ങൾക്കും അത്ര തന്നെ പഴക്കമായി. ഏറ്റവും ഒടുവിൽ വൈറ്റ് ഹൗസ് മുന്നോട്ട് വെച്ച കരാറിൽ ഹമാസ് ഉപാധികളോടെ വെടിനിർത്തലിന് തയ്യാറായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഗാസ സിറ്റിയിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്നും ഇല്ലായെങ്കിൽ തീവ്രവാദികളായി കണക്കാക്കുമെന്നും ഇപ്പോൾ അന്ത്യശാസനവും നൽകിയിരിക്കുകയാണ്. അതേസമയം ഇങ്ങ് കേരളത്തിൽ ഗാന്ധി ജയന്തി ദിനമായ ഇന്ന് പലസ്തീന് ഐക്യദാർഢ്യവുമായി 2 സുപ്രധാന പരിപാടികളാണ് നടന്നത്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPIM സമ്മേളനം, മുതലക്കുളം മൈതാനിയിൽ നടന്ന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പലസ്തീൻ അംബാസഡർ അബ്ദുള്ള M അബു ഷാവേസ് ആണ് മുഖ്യാതിഥി. പലസ്തീന് ഒപ്പം എന്നത് CPIMന്റെ നിലപാട് എങ്കിലും ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തുമ്പോൾ ലക്ഷ്യം മുസ്ലിം സമുദായത്തെ ഒപ്പം നിർത്തലാണ്. മുസ്ലിം ലീഗിന്റെ കോഴിക്കോട്ടെ റാലിയിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂർ MPയാണ് മുഖ്യാതിഥി. CPIM സമ്മേളനമാണോ തിടുക്കത്തിൽ റാലി നടത്താനുള്ള ലീഗിന്റെ ഈ തീരുമാനത്തിന് പിന്നിൽ? പാർട്ടികൾ മത്സരിച്ച് പലസ്തീനെ പിന്തുണയ്ക്കുമ്പോൾ സമുദായത്തെ ഒപ്പം നിർത്തുകയാണോ ഉദ്ദേശം എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ സേനാപതി വേണു, CPIM നേതാവ് ശ്രീ A സമ്പത്ത്, ശ്രീ CA ഷാക്കിർ മുസ്ലിം ലീഗ് നേതാവ്, ശ്രീ KPO റഹമത്തുള്ള മാധ്യമപ്രവർത്തകൻ എന്നിവർ ആണ്. ശ്രീ A സമ്പത്ത്, ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ, CPIMന്റെ നിലപാടും നയവുമാണ് പലസ്തീനോടൊപ്പം എന്നത്. കഴിഞ്ഞ ദിവസം പലസ്തീൻ അംബാസഡർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിലടക്കം പലസ്തീന് ഐക്യദാർഢ്യം അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഇന്ന് കോഴിക്കോട് സമ്മേളനവും നടക്കുന്നു. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പരിസരം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്ട് 2 വർഷത്തോളമായി, അടുത്ത 7-ാം തീയതി ആകുമ്പോൾ 2 വർഷം പൂർത്തിയാവുകയാണ് ഈ ഏറ്റുമുട്ടലിന്. അതിനിടെ സാമുദായിക സംഘടനകളെ ചേർത്ത് നിർത്താൻ എന്ന നിലയിൽ പൊതുവെ വിലയിരുത്തപ്പെട്ട ആഗോള അയ്യപ്പ സംഗമം പൂർത്തിയായി. അത് വലിയ പിന്തുണ ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന് CPIMന് ലഭിച്ചു എന്ന് പൊതുവെ വിലയിരുത്തുന്നുണ്ട് പാർട്ടി എന്നത് വസ്തുതയാണ്. ഇപ്പോഴിതാ ഒരു ഇസ്ലാം സമുദായത്തെ കൂടി ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു സമ്മേളനം നടത്തിയത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്ത് നിന്ന് അഭിപ്രായമുണ്ട്. അതുകൂടിയായിരുന്നോ ലക്ഷ്യം? അങ്ങനെ വിലയിരുത്തുമ്പോൾ അതിനെ തള്ളിക്കളയാനാകുമോ? ശ്രീ A സമ്പത്ത്, പലസ്തീനോടുള്ള ഐക്യദാർഢ്യം എന്നത് CPIMന്റെ മാത്രം, ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓഡിയോ വീഡിയോ ശരിയാണല്ലോ അല്ലേ? കേൾക്കാം, പറഞ്ഞുകൊള്ളൂ. എന്റെ ഓഡിയോ വീഡിയോ ശരിയാണല്ലോ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. CPIMന് ഈ ഫലസ്തീൻ വിഷയത്തിലുള്ള നിലപാട് എന്നത് പുതിയതല്ല. ഞാനൊരു ചിത്രം കാണിക്കാം. ഈ ചിത്രം നമ്മുടെ പ്രേക്ഷകരെല്ലാം ഒന്ന് കണ്ടോട്ടെ. ഇത് CPIMന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന വേളയിൽ VMS നമ്പൂതിരിപ്പാടിനെ കാണാനായി യസർ അറാഫത്ത് എത്തിച്ചേർന്നതും അവർ ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ളതാണ് ആദ്യത്തെ ചിത്രം. രണ്ടാമത്തേത് ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിലായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്നതിന് വേണ്ടി ഫലസ്തീന്റെ അംബാസിഡർ എത്തിയതും അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അപ്പോ ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മളിത് ചർച്ച ചെയ്യുന്നതിന് ഞാൻ ന്യൂസ് 18നെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഈ രാഷ്ട്രത്തിന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഫലസ്തീനികളെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്തുകൊണ്ട് ഒരു ജൂത മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളത് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് വാചകം ഇറ്റ്സ് എ ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്നാണ്. മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യം എന്നാണ് മഹാത്മജി അന്ന് എഴുതിയത്. അദ്ദേഹം പറയുകയുണ്ടായി, അവിടെ അറബ് വംശജർ ഉൾപ്പെടെയുള്ള, കാരണം അറബികൾ മാത്രമല്ല, ഡ്രൂസ് ഉൾപ്പെടെ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ ഫലസ്തീനുകളായിട്ടുള്ള അത്തരത്തിൽ ഇവിടെ അവരെ മതത്തിന്റെ പേരിൽ കൂട്ടിക്കുഴച്ചുകൊണ്ടല്ല വിഷയത്തെ കണ്ടത് മഹാത്മജി. CPIM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളും ഇന്ത്യയിലെ മതനിരപേക്ഷ പാർട്ടികളും ലോകത്തിലെ ബഹുഭൂരിപക്ഷം ജനതയും ഫലസ്തീൻ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമാണ് തേടുന്നത്. മറ്റൊരു കാര്യം,
ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് ഹമാസും ഇസ്രായേലുമായി ഇത് മൂന്നാം ഇന്തിഫദയുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയമൊന്നുമല്ല. രണ്ടാം ഇന്തിഫദയുമായി ഏതാണ്ട് ഒരു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നതായ വിഷയം മാത്രമല്ല. ഒന്നാം ഇന്തിഫദയിൽ തുടങ്ങിയതായ വിഷയം മാത്രമല്ല. ഹമാസ് ആരുടെ സൃഷ്ടിയാണ് അല്ല എന്നുള്ളതെല്ലാം വേറെ ഇരിക്കട്ടെ. ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കണം. ഫലസ്തീനിലെ ജനതയ്ക്ക് സ്വയംഭരണാവകാശം നൽകണം. അവിടെ ഇത്തരത്തിലുള്ള സാമ്രാജ്യത്വത്തിന്റെ ഒരു കുതിരകയറ്റം, കടന്നുകയറ്റം, ജനങ്ങളെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യൽ എന്നുള്ളതിനെ ഞങ്ങൾ എതിർക്കുന്നു, ഞങ്ങൾ അതിനെ അപലപിക്കുന്നു. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒറ്റ കാര്യം, താങ്കളൊരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളിലും, കൊറിയൻ യുദ്ധത്തിലും, വിയറ്റ്നാം യുദ്ധത്തിലും, ഇൻഡോ പാകിസ്ഥാൻ യുദ്ധത്തിലും, അങ്ങനെ ലോകത്ത് പലയിടത്തും നടന്നിട്ടുള്ള ചെറുതും വലുതുമായ യുദ്ധങ്ങളിലെല്ലാം കൊല്ലപ്പെട്ടിട്ടുള്ളതിന്റെ എത്രയോ ഇരട്ടി മാധ്യമ പ്രവർത്തകരാണ് ക്രൂരമായി അവിടെ ഇവിടെ ഈ ഫലസ്തീനെ പിടിച്ചടക്കാൻ, ഗാസ മുനമ്പിനെ ഇല്ലാതാക്കാൻ, ഇസ്രായേലിന്റെ സിയോണിസ്റ്റ് താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അങ്ങനെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിൽ വനിതകളായ മാധ്യമ പ്രവർത്തകരുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇപ്പോ ഏറ്റവും ഒടുവിലായി കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ കണക്കുകൾ പുറത്തു നമ്മളെല്ലാം ഞെട്ടിക്കുന്നതാണ്. നമുക്കെല്ലാം ഈ രക്ഷകർത്താക്കൾ ഉള്ളതുപോലെ മക്കളുമെല്ലാം ഉള്ളതാണ്. ഇവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഏതാണ്ട് 70,000-ഓളം ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലക്കാലത്തിനിടയിൽ കൊല്ലപ്പെട്ടതിൽ 90% ആളുകളും സിവിലിയന്മാരാണ് എന്ന് മാത്രമല്ല, അവർ പലരും കുട്ടികളും സ്ത്രീകളുമാണ് ബഹുഭൂരിപക്ഷം എന്നുള്ളതാണ്. ഇവിടെ ഇസ്രായേലിന്റെ പട്ടാളം പോകുന്ന വഴികളിലെല്ലാം ആശുപത്രികൾ, കെട്ടിടങ്ങൾ, സ്കൂൾ മന്ദിരങ്ങൾ, ആരാധനാലയങ്ങൾ, കുടിവെള്ള സംഭരണികൾ എല്ലാം ഇടിച്ചു നിരത്തിയാണ് അത്തരത്തിലുള്ള ഒരു പോക്ക്. ഇത് നടക്കുന്നത് യുദ്ധമല്ല, നടക്കുന്നത് വംശഹത്യയാണ്. ഇറ്റ്സ് എ ക്രൂവൽ ജനോസൈഡ്. It is not a war. അത് മനസ്സിലാക്കണം. ശരി, തീർച്ചയായും താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ ഈ ചർച്ച നടക്കുമ്പോൾ പോലും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗാസയിലേക്ക് ഉള്ള എയ്ഡുകൾ, അതായത് വൈദ്യ സഹായം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കപ്പൽ പോലും തടയുന്ന സാഹചര്യം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നാണ്. ഞാൻ തീർച്ചയായും ശ്രീ സമ്പത്ത്, ഇസ്രായേലിനോടൊപ്പം പലസ്തീൻ ജനതയ്ക്കൊപ്പം CPIM നിലനിൽക്കുന്നതിനെ ചോദ്യം ചെയ്യുകയോ അതുമായി ബന്ധപ്പെട്ട് CPIMന്റെ നിലപാടുകളിൽ മാറ്റമുണ്ടായി എന്ന പക്ഷത്ത് നിൽക്കുകയോ ആ നിരീക്ഷണത്തിലോ ഒന്നുമല്ല താങ്കളോട് ചോദിച്ചത്. മറിച്ച് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ സമയത്തെ തെരഞ്ഞെടുക്കുകയും ഈ ഇടത്തെ തെരഞ്ഞെടുക്കുകയും, നമുക്കറിയാമല്ലോ ഇതിനു മുമ്പ് ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് CPIM പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്, ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെല്ലാം തെരഞ്ഞെടുക്കുന്ന ഇടം മലബാർ മേഖല അല്ലെങ്കിൽ കോഴിക്കോട് പോലെയുള്ള മേഖലകളെ തന്നെയാണ്. ഇപ്പോഴിതാ ഈ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോഴും കോഴിക്കോട് പോലെ ഒരു വേദിയെ തെരഞ്ഞെടുത്തുകൊണ്ട് അവിടെ ഒരു സമ്മേളനം നടത്തുമ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനു മുമ്പ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ ആസന്നമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ സമുദായത്തെ കൂടി ഒപ്പം നിർത്തുക, അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഉണ്ട് എന്ന വിലയിരുത്തലുകളുണ്ട്. അല്ല, സമുദായം തിരിച്ചു മാത്രം മനുഷ്യനെ കാണാൻ കഴിയുന്നവർക്ക് സ്വന്തം ചോര എന്ത് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മളെല്ലാം ശ്വസിക്കുന്ന വായുവും കുടിക്കുന്നതായ ജലവും നമുക്ക് കുത്തിവെക്കുന്നതായിട്ടുള്ള മരുന്നുകളും നമ്മെ ശസ്ത്രക്രിയ നടത്തുന്നതായിട്ടുള്ള ഭിഷകുരന്മാരും ഡോക്ടർമാരും സർജന്മാരും ഈ പാരാമെഡിക്കൽ സ്റ്റാഫ്, ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ളവരും ഇവരുടെ എല്ലാം ജാതിയും മതവും നോക്കിയിട്ടാണോ നമ്മളെല്ലാം ഈ ചോര സ്വീകരിക്കുന്നതും ആശുപത്രിയിലേക്ക് പോകുന്നതും? അവിടെ ജാതിയും മതവും നോക്കിയിട്ടാണോ നമ്മുടെ വീട്ടിലെ പെൺകുട്ടി ഗർഭിണിയായ കുട്ടിയെ ചികിത്സിക്കാനായി അവിടെ അവരുടെ പ്രസവം എടുക്കാനായി അത്തരത്തിൽ ആ ലേബർ റൂമിലേക്ക് കയറ്റുന്നത്? ഇങ്ങനെ ജാതിയും മതവും എല്ലാം അത്തരത്തിൽ കണ്ടുകൊണ്ടാണോ എവിടെയെങ്കിലും പോയി ആഹാരം? ഒരിക്കലുമല്ല ശ്രീ സമ്പത്ത്, അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഞാൻ ചോദിച്ചല്ലോ, ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നടന്ന ഞാൻ സൂചിപ്പിച്ചു, അതായത് പൗരത്വ നിയമ ഭേദഗതി പോലെയുള്ള വിഷയങ്ങൾ, ഏകീകൃത സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങൾ, അത് ഒരു പരിധിവരെയെങ്കിലും ഒരു വിഭാഗത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നത് വസ്തുത തന്നെയാണ്. ആ വസ്തുതയൊന്നും മാറ്റിവെച്ചിട്ടല്ല നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു ഇടം തെരഞ്ഞെടുക്കാം. അത് തന്നെയാണോ CPIM ചെയ്തത് എന്നത് മാത്രമാണ് സംശയം. അതിനപ്പുറത്ത് അവരെ വേർതിരിച്ച് കാണുകയോ മാറ്റി നിർത്തി കാണുകയോ ഒന്നുമല്ല ചോദ്യത്തിന്റെ ലക്ഷ്യം. അങ്ങനെ തെറ്റിദ്ധരിക്കുകയോ വേണ്ട. ഒറ്റ സെക്കൻഡ് എന്നാൽ അതെ ആ ചോദ്യം ഇല്ല എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഞാൻ അതിനുള്ള മറുപടി അങ്ങ് പറയാം. പിന്നെ ഈ മഹാരാഷ്ട്ര സംസ്ഥാനം ഇപ്പൊ ഭരിക്കുന്നത് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണല്ലോ. ഈ മഹാരാഷ്ട്ര സംസ്ഥാനത്തിൽ ഞങ്ങള് ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടും യുദ്ധത്തിനെതിരായിട്ടുള്ള ജാഥ നടത്തുന്നതിനും തീരുമാനിച്ച അത്തരത്തിൽ വന്നപ്പോ അവിടെ മുംബൈയിലെ പോലീസ് അതിന് ഈ അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് ചിലയിടങ്ങളിൽ നടത്താനായി കഴിയും, ചിലയിടങ്ങളിൽ നടത്താനായി കഴിയില്ല. അങ്ങനെ ബോംബെ ഹൈക്കോടതി എന്നാണ് പറയുക, മുംബൈ ഹൈക്കോടതി അല്ല. ബോംബെ ഹൈക്കോടതിയിൽ അത് സംബന്ധിച്ച് CPIMന്റേതായിട്ടുള്ള ഒരു ഹർജി അവിടെ വന്നു. കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്,
ഈ രാജ്യത്തിലുള്ള വേറെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് എടുക്കാനില്ല, ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്നുള്ള നിലയിലാണോ എടുക്കുന്നത്? കോടതി അങ്ങനെ അതിനെതിരായി ശബ്ദമുയർത്തിയതാണ് CPIM. അങ്ങനെ CPIM ശബ്ദമുയർത്തിയപ്പോ ഞങ്ങൾക്കെതിരായി അപ്പുറത്തെ സംഘപരിവാറിന്റെ പല ആളുകളും ഇതിന് കോടതിയലക്ഷ്യ ഹർജിയുമായി വന്നു. കോടതി അപ്പം പറഞ്ഞു, ഞങ്ങൾ ഈ കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകുന്നില്ല. ഞങ്ങൾ മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഈ രാജ്യത്ത് ഞങ്ങളുടെ ഘടകങ്ങൾ ഉള്ളിടത്തെല്ലാം ഞാൻ ഒരാൾ മാത്രമേ CPIM ആയി ഒരിടത്ത് അവശേഷിച്ചിട്ടുള്ളൂ എങ്കിലും ഞാൻ ഫലസ്തീനോടൊപ്പം നിൽക്കും, ഫലസ്തീനിലെ ജനതയുടെ അവകാശത്തോടൊപ്പം നിൽക്കും. അവരുടേതായ വേഷവിധാനം അണിഞ്ഞാൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യും. അത് ഇന്ത്യക്കാരനായതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്, CPIM കാരനായതുകൊണ്ട് മാത്രമല്ല ചെയ്യുന്നത്, ഞാനൊരു മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് കൂടി ചെയ്യുന്നതാണ്. ഇവിടെ CPIM ആണോ കോൺഗ്രസ് ആണോ ലീഗ് ആണോ കേരള കോൺഗ്രസ് ആണോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഒരു ജനതയെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്യുമ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു ചർച്ച നമ്മൾ നടത്തുന്നത് അവരുടേതായിട്ടുള്ള ജാതി ചോദിച്ച്, മതം ചോദിച്ച്, സമുദായം ചോദിച്ച്, നിസ്കാരത്തഴമ്പ് കൂടി ചോദിച്ചിട്ടാണെങ്കിൽ അവിടെ കൊല്ലപ്പെട്ട് വീണതിൽ കുരിശുമാല അണിഞ്ഞവരും ബൈബിള് കയ്യിൽ പിടിച്ചവരും ഉണ്ട്, ഒരു മതത്തിലും വിശ്വസിക്കാതിരുന്ന ആളുകളും ഉണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. ഒരിക്കലുമല്ല ആ രീതിയിലല്ല. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഇങ്ങനെ ഒരു ഇടം തെരഞ്ഞെടുത്തത്. അതുകൊണ്ടാണോ എന്ന് ഞാൻ വളരെ ഫലസ്തീന് സംഭവിച്ചത് നാളെ നമുക്കും സംഭവിച്ചുകൂടാതെ ഇല്ല. ശരി ശ്രീ KP റഹ്മത്തുള്ള ആവർത്തിച്ച് പറയുന്നു CPIMന്റെ നിലപാട് എന്ത് എന്ന് ശ്രീ സമ്പത്ത് പറഞ്ഞു. അദ്ദേഹം ഒരു ചിത്രം, യാസർ അറാഫത്തിന്റെ ചിത്രം ഉൾപ്പെടെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട്, ഇപ്പോഴത്തെ പലസ്തീൻ അംബാസിഡറിന്റെയും ചിത്രം ഉൾപ്പെടെ ചേർത്ത് വെച്ചുകൊണ്ട്, അതായത് ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല. എല്ലാ കാലവും CPIMന്റെ നിലപാട് പലസ്തീനൊപ്പമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ആ രാജ്യത്തിന് പരമാധികാരം വേണം എന്നതാണ്. അതിൽ ഒരു തർക്കവുമില്ല. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യം CPIMന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്, അത് രാജ്യത്ത് പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ത് എന്ന് നമുക്കറിയാം. അവിടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്ന പശ്ചാത്തലമുണ്ട്, തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടെ നടന്ന ആഗോള അയ്യപ്പ സംഗമം അടക്കം, അത് ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. അതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു. അത് ആ സമുദായത്തെ അടക്കം, അതായത് ഹൈന്ദവ വിഭാഗത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പരിധിവരെയെങ്കിലും ഇടഞ്ഞു നിന്നിരുന്ന NSS അടക്കം LDFന് അനുകൂലമാകുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. സുകുമാരൻ നായരുടെയൊക്കെ പ്രതികരണം, അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലടക്കം ഈ ശബരിമലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന പ്രതികരണമടക്കം നടത്തുന്നു. അതിരൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ BJPയും ഒക്കെ വിമർശിക്കുന്നു. സ്വാഭാവികമാണ്, ഈ മതസാമുദായിക സംഘടനകളെ ചേർത്ത് നിർത്താനുള്ള ശ്രമമൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്തു നിന്നുണ്ടാകും. ചുരുങ്ങിയ പക്ഷം അവരെ പിണക്കാതെയെങ്കിലും നിർത്തുക എന്നുള്ളത്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ മതം ഇടപെടരുത് എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ ചില വസ്തുതകളുണ്ടല്ലോ. പക്ഷേ KP റഹ്മത്തുള്ള, എൻ്റെ സംശയം ഇതാണ്, ഈ കോഴിക്കോട് പലസ്തീൻ അനുകൂല സമ്മേളനം CPIM നടത്തുമ്പോൾ അത് പലസ്തീനുള്ള ഐക്യദാർഢ്യം എന്നതിനപ്പുറത്ത് മറ്റൊരു ലക്ഷ്യവുമില്ല എന്ന സമ്പത്തിൻ്റെ നിരീക്ഷണത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? തീർച്ചയായും ഞാൻ ആ നിരീക്ഷണത്തോട് യോജിക്കുന്നില്ല. ഇത് ഫലസ്തീൻ ഒരു രാഷ്ട്രമായോ യാസർ അറഫാത്തിനെ രാഷ്ട്രത്തലവനായോ ലോകം അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ CPM അദ്ദേഹത്തെ ഡൽഹിയിൽ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിച്ചു എന്നത് സത്യമാണ്. റഷ്യ അമേരിക്കൻ ശീതയുദ്ധകാലത്ത് റഷ്യ ഫലസ്തീനോടൊപ്പമായിരുന്നു എന്ന കാര്യം ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ടത്. CPM എല്ലാ കാലത്തും യാസർ അറഫാത്തിനെ ഉയർത്തി കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങളല്ല എന്നത് വളരെ കൃത്യമാണ്. കാരണം ഹിന്ദു സമൂഹത്തിന്റെ പിന്തുണ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നാണ് CPMന്റെ വിലയിരുത്തൽ. ഇനി ഏറ്റവും വലിയ വോട്ട് ബാങ്കായ മുസ്ലിം സമൂഹത്തെ കൂടെ നിർത്താൻ എന്ത് വഴി എന്നതായിരുന്നു CPMന്റെ ചിന്ത. മാത്രമല്ല, ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ തങ്ങളോടടുപ്പിക്കാൻ വരും നാളുകളിൽ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിരുന്നു. അതിലേക്കുള്ള ആദ്യപടി എന്ന നിലയിലാണ് കോഴിക്കോട്ട് CPM നടത്തിയ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയെ ഞാൻ കാണുന്നത്. മാത്രമല്ല, EK വിഭാഗം സുന്നികളാണെങ്കിലും AP വിഭാഗം സുന്നികളാണെങ്കിലും മുജാഹിദുകളാണെങ്കിലും മറ്റ് മുസ്ലിം സംഘടനകളാണെങ്കിലും ഒക്കെ തന്നെ CPM ഇത്തരുണത്തിൽ
ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തുമ്പോൾ അവർ ഞങ്ങളോടൊപ്പമാണ് എന്ന ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ഹൃദയത്തിൽ അങ്ങനെ ഒരു വികാരം ഉണ്ടാവുകയും അത് വരുന്ന പ്രാദേശികമായ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ഐക്യദാർഢ്യ റാലി എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഗസയിൽ അങ്ങേയറ്റം ജനങ്ങൾ കഷ്ടപ്പെടുകയും അവിടെ ബോംബുകൾ വന്ന് വീഴുകയും ചെയ്തിരുന്ന അതിഗുരുതരമായ പശ്ചാത്തലത്തിൽ CPM ഇങ്ങനെ ഒരു റാലി നടത്തിയിട്ടില്ല. ഇപ്പോൾ നടത്തുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നതും എനിക്ക് പറയാനുള്ളത്. താങ്കൾ ഈ സാമുദായിക നേതാക്കളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ വേദിയിൽ, അത് കൃത്യമാണോ എന്നറിയില്ല, ഈ വേദിയിലേക്ക് സാമുദായിക നേതാക്കളെ ഒന്നും ഇന്ന് ക്ഷണിച്ചിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ക്ഷണിച്ചിരുന്നില്ലെങ്കിലും വരും നാടുകളിൽ പൗരത്വ പ്രക്ഷോഭം പോലെ തങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും AP വിഭാഗത്തെയും വിളിച്ചുകൊണ്ട് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലികൾ സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ, ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ തങ്ങളോടടുപ്പിക്കാനുള്ള വലിയ പരിപാടികൾ നടത്തുമെന്ന് CPM നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കുള്ള ആദ്യ കാൽവെപ്പ് എന്ന നിലയിലാണ് ഇന്നത്തെ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയെ ഞാൻ കാണുന്നത്. ശരി, ശ്രീ CA ഷാക്കിർ, ഇതിപ്പോൾ ഈ ലീഗിന്റെ ഐക്യറാലി അത് പുതുമയുള്ള ഒന്നല്ല, അതിനൊരു രാഷ്ട്രീയവും കാണേണ്ടതില്ല. പക്ഷേ ഈ CPIM വളരെ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു റാലി നടത്താൻ തീരുമാനിക്കുകയും അത് വലിയ ജനപങ്കാളിത്തത്തോടു കൂടി നടത്തുകയും ചെയ്തു. അവിടേക്ക് പലസ്തീൻ അംബാസിഡർ അടക്കം എത്തുന്ന ഒരു സാഹചര്യവുമൊക്കെ ഉണ്ടായി. അപ്പോഴാണ് പെട്ടെന്നൊരു റാലി സംഘടിപ്പിക്കാമെന്നൊരു തോന്നൽ ലീഗിനുണ്ടായത്? അല്ല, പിന്നെ അഭിലാഷ്, എറണാകുളം മറൈൻ ഡ്രൈവില് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഈ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതാണല്ലോ ഞാൻ സൂചിപ്പിച്ചത്. ആ പരിപാടിയിൽ പങ്കെടുക്കാനാണ് പലസ്തീൻ അംബാസിഡർ വന്നിട്ടുള്ളത്. ആ വന്ന സമയത്ത് അദ്ദേഹം ഇവിടെ സ്വാഭാവികമായും ഇപ്പൊ പലസ്തീൻ നടക്കുന്ന നമുക്കറിയാം, ലോകത്തെ മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യരും അവർക്ക് പലസ്തീൻ ജനതയ്ക്കൊപ്പമാണ്. അതിക്രൂരന്മാരായിട്ടുള്ള ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെയുള്ള ക്രൂരന്മാർക്കെതിരെ എല്ലാ രാജ്യത്തെ 194 രാജ്യങ്ങളിൽ 12 രാജ്യം ഒഴികെയുള്ളവരെല്ലാം അവർക്കൊപ്പമാണ്. അപ്പൊ അത് പുതുമയുള്ള, നിങ്ങൾ പറഞ്ഞ മാതിരി ലീഗ് ഐക്യദാർഢ്യം ഞാൻ പറയുന്നത് തെറ്റെങ്കിൽ താങ്കൾക്ക് തിരുത്താം. താങ്കൾ ഇപ്പോൾ ഈ എറണാകുളത്തെ കാര്യം പറഞ്ഞത് കൊണ്ടാണ്. ഈ എറണാകുളത്തേതുപോലെയൊക്കെ സംഘടിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കോഴിക്കോട് ഇങ്ങനെയൊരു റാലി നടത്തണമെന്നത് നേരത്തെ തീരുമാനിക്കുകയോ ആസൂത്രണം ചെയ്യുകയോ ചെയ്തതല്ല എന്നുള്ളതാണ് എനിക്ക് ലഭിച്ച വിവരം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് താങ്കളോട്. കറക്റ്റാണ് അഭിലാഷ്, കറക്റ്റാണ് പറഞ്ഞത്. അതെ, മുസ്ലിം ലീഗ് വലിയ റാലി എറണാകുളത്താണ് നടത്തിയത്. നിങ്ങൾ നോക്കണം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗ് മനോഹരമായ റാലി കോഴിക്കോട് നടത്തിയിട്ടുണ്ട്. ശരി, ഈ CPM-നേക്കാൾ ശക്തമായി ജനപങ്കാളിത്തമുള്ള, യുവജന പങ്കാളിത്തമുള്ള റാലി വളരെ ആത്മാർത്ഥമായി ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കാലങ്ങളെ നടത്തുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കില്ല, ഞാൻ ഈ ജനപങ്കാളിത്തം എന്നത് വലിപ്പച്ചെറുപ്പത്തിൽ സൂചിപ്പിക്കാൻ പറഞ്ഞതല്ല. പക്ഷെ ആ വിഷയത്തെ അഡ്രസ് ചെയ്യുന്ന ഇടത്തെ നിശ്ചയിക്കുക, ആ ജനതയെ ഒപ്പം നിർത്തുക, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. അത് രാഷ്ട്രീയമായി CPIM കുറച്ച് മുന്നേ അറിയുന്നു എന്നേ, അത് രാഷ്ട്രീയമായി തന്നെ നമ്മൾ കണ്ടാൽ മതി. അഭിലാഷ്, ഞാൻ പറയട്ടെ പ്ലീസ്, ഇത് CPM-ന്റെ ദുരുദ്ദേശമാണ്, അതൊരു സംശയമില്ല. CPM-ന് ഈ കാര്യത്തിൽ ഇപ്പൊ നേരത്തെ ശ്രീ സമ്പത്ത് പറഞ്ഞിട്ടുള്ളൊരു വസ്തുതാപരമായ തെറ്റുണ്ട്. യാസർ അറഫാത്ത് EMS-നെ കാണാൻ കേരളത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണ് നമ്മള്. നിങ്ങൾ നോക്ക്, 2004 സെപ്റ്റംബർ 18-ാം തീയതി ചിത്രമാണ്. പറഞ്ഞു വരുമ്പോൾ ഒറ്റ സെക്കൻഡ് മിസ്ലീഡ് ചെയ്യുന്ന നിലയിലേക്ക് ഞാൻ പറഞ്ഞ കാര്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത് ഇടപെടുകയല്ല. ചെങ്ങാതി നുണ പറഞ്ഞപ്പോൾ ശ്രീ സാക്കിർ, അതിലെന്താണ് അദ്ദേഹം പറഞ്ഞിട്ടില്ലാത്ത കാര്യം അങ്ങനെ പറഞ്ഞില്ല എന്ന് ഇടപെടുന്നതിൽ എന്താണ് നമുക്ക് തെറ്റ്? താങ്കൾ തടസ്സപ്പെടുത്തിയതല്ല. ഞാൻ പറയാം. അതായത് 2004 സെപ്റ്റംബർ 18-ാം തീയതി അന്നത്തെ പലസ്തീൻ പ്രസിഡന്റ് ആയിരുന്ന യാസർ അറഫാത്തിനെ പലസ്തീനിൽ പോയി കാണുകയും ഇന്ത്യയുടെ 20 ടാറ്റ സഫാരി കാറ് ഇന്ത്യ ഗവൺമെന്റിന്റെ വകയായി ആ രാജ്യത്തെ ഗവൺമെന്റിന് കൊടുക്കുകയും മില്യൺ കണക്കിന് ഡോളർ യാസർ അറഫാത്തിന് കൈമാറുകയും എത്രയോ കോടിക്കണക്കിന് രൂപയുടെ മെഡിസിൻ അവിടെ എത്തിക്കുകയും ചെയ്ത നേതാവിന്റെ പേര് അഹമ്മദ് എന്നാണ്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ ആദ്യകാലത്ത് ഇന്തിഫാദയുടെ സമയത്ത് ഈ കുട്ടികൾ മിഠായി കൊണ്ട് പിന്നെ പ്രതിരോധം നടത്തിയപ്പോ
അന്ന് ഇന്ത്യയിൽ നിന്ന് മിഠായിയുമായി പലസ്തീനിലേക്ക് പോയ ഒരു നേതാവുണ്ട്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സെട്ട് സാഹിബായിരുന്നു. അങ്ങനെ നിങ്ങൾ നോക്കുക, ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ ഐക്യദാർഢ്യം നിന്നോ. ഞാൻ ചോദിക്കണം പക്ഷേ ഇവരെന്താ കോഴിക്കോട് സെലക്ട് ചെയ്യാൻ കാരണം? ഇവരെന്തുകൊണ്ടാണ് ഫലസ്തീൻ ഐക്യദാർഢ്യം തിരുവനന്തപുരത്ത് നടത്താതിരുന്നത്? എന്താ കണ്ണൂരിൽ നടത്താതിരുന്നത്? ഞങ്ങൾ നടത്തി എറണാകുളത്ത്. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഡൽഹിയിൽ ഒരേ ഒരു സംഘടന മാത്രമാണ് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തിയത്. ആ സംഘടനയുടെ പേര് മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗമായ മുസ്ലിം യൂത്ത് ലീഗാണ്. ഞാനെങ്കിൽ താങ്കളോടൊന്ന് തിരിച്ചു ചോദിക്കട്ടെ, പിന്നെ എന്തിനാണ് മുസ്ലിം ലീഗിന് ഷാക്കിറിനടക്കം കോഴിക്കോട് ഇങ്ങനെ ഒരു റാലി ഈ എറണാകുളത്തിന് പുറത്ത് നടത്തേണ്ടി വന്നത്? അല്ല, ഞങ്ങള് ഈ ഫലസ്തീൻ റാലി ഇപ്പൊ മാത്രം നടത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ 1957 മുതൽ ഫലസ്തീൻ ദിനം ആചരിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയ? ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ട് പുറകെ ഇപ്പൊ സദ്ദാം ഹുസൈന്റെ ഫോട്ടോ വെച്ച് മലപ്പുറത്ത് ഒരു തെരഞ്ഞെടുപ്പ്, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നേരിട്ടിരുന്നു. ഇവരെ രാഷ്ട്രീയ കാപട്യം നിങ്ങൾ നോക്ക്. ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇവര് ഈ വൈകാരികമായ വിഷയങ്ങൾ ഏറ്റെടുത്ത് വികസന കാര്യങ്ങൾ, ഇവരെ ഭരണപരാജയം മറച്ചു വെക്കാൻ ഇങ്ങനെയുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി വോട്ട് നേടി ഭരണത്തിലേറുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇവർക്കൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇപ്പൊ 2 ദിവസം മുമ്പ് കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സ്കൂൾ കലോത്സവത്തിൽ കുട്ടികള് കോൽക്കളി അവതരിപ്പിച്ചപ്പോ ഫലസ്തീന്റെ ചിത്രമുള്ള ടീഷർട്ട് ധരിച്ചതിന് CPM അനുകൂല സൊസൈറ്റി ആ കർട്ടൻ താത്തിയത് നമ്മൾ കണ്ടതല്ലേ? എന്താണ് അങ്ങനെ അത് മാത്രം നമ്മൾ പറഞ്ഞു പോയാൽ മതിയോ? അങ്ങനെയെങ്കിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒരു തീവ്രവാദിയെ ചിത്രീകരിച്ചപ്പോൾ അതൊരു മത സാമുദായിക വിഭാഗത്തിൽപ്പെട്ട ആളിൻ്റെതിന് സമാനമായ രീതിയിലായിരുന്നു. അതിന് ഇതേ CPM-ന്റെ സർക്കാർ അതിരൂക്ഷമായി വിമർശിച്ചു. അത് ചോദ്യം ചെയ്തു. അല്ലല്ല, ഞാൻ പക്ഷം ചേർന്നതല്ലേ, അങ്ങനെയല്ല. എന്റെ ചോദ്യം, ഈ വിഷയത്തെ നമ്മൾ നോക്കിക്കാണുന്നത് ഇത് രാഷ്ട്രീയമായി. ചോദ്യം ഇത്രയാണ്, ഇത് ഈ ഐക്യദാർഢ്യം രാഷ്ട്രീയ പ്രേരിതമാണ്, ദുരുദ്ദേശപരമാണ്. CPM-ന്റെ ദുരുദ്ദേശപരമാണ്. അതാണ് ചോദ്യം. അതങ്ങനെയെങ്കിൽ താങ്കൾക്ക് പറയാം, തീർച്ചയായും പറയാം. ദുരുദ്ദേശപരമാണ്, ഒരു സംശയമില്ല. ഞങ്ങൾ ഡൽഹിയിൽ യൂത്ത് ലീഗ്, ഞാൻ ഉൾപ്പെടെയുള്ള യൂത്ത് ലീഗ് നേതൃത്വം ഡൽഹിയിൽ നരേന്ദ്രമോദി പെർമിഷൻ തരാഞ്ഞിട്ടും ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ CPM തിരുവനന്തപുരത്തോ മറ്റു സ്ഥലത്ത് പോയി നടത്തട്ടെ. ഇവർ നോക്ക്, ഇവർ വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണോ ഇവർക്ക് വോട്ട് നേടാനുള്ള ആയുധങ്ങൾ അത് ഉപയോഗപ്പെടുത്തി വോട്ട് തട്ടുക എന്നല്ലാതെ സത്യസന്ധമായി ഒരു നിലപാട് സ്വീകരിക്കാൻ ഇവർക്ക് കഴിയുമോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യ രാജ്യം കാലങ്ങളായി പലസ്തീനൊപ്പമാണ്. സോവിയറ്റ് റഷ്യയെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഇപ്പൊ നേരത്തെ റഹ്മത്തുള്ള പറഞ്ഞതിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. സോവിയറ്റ് റഷ്യ ഈ 1917 മുതൽ റഷ്യ ശക്തമായ കാലത്ത് ഒരു കാലത്തും ഇസ്രായേലിനെതിരെ നിന്നിട്ടില്ല. ഈ അടുത്ത കാലത്ത് നിന്നിട്ടില്ല. 1967 ഈ ഇസ്രായേൽ ഈജിപ്തിനെ ആക്രമിക്കുന്നുണ്ട്. ഈജിപ്തിനെ ആക്രമിക്കുമ്പോൾ നാസർ ജമാലിന്റെ ഗവൺമെന്റുമായി റഷ്യക്ക് ഒരു കരാറുണ്ടായിരുന്നു. ആ കരാർ ഈജിപ്തിനെ ആരെങ്കിലും ആക്രമിച്ചാൽ സോവിയറ്റ് റഷ്യ പ്രതിരോധിക്കാൻ വരും, വിമാനങ്ങൾ അയക്കും, ആയുധങ്ങൾ അയക്കും എന്നായിരുന്നു. എന്നാൽ ഇസ്രായേല് അതിക്രൂരമായി ആക്രമിക്കാൻ പോയപ്പോ സോവിയറ്റ് റഷ്യ മിണ്ടാതിരുത്തിക്കാണ്, ആ കരാർ ലംഘിച്ചിക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ ഈ സോവിയറ്റ് റഷ്യ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഈ വാക്ക് കൊണ്ട് കസർത്ത് കാണിക്കുകയല്ലാതെ സത്യസന്ധമായി അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട സമയത്ത് കൂടെ നിൽക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഇപ്പൊ ഐക്യദാർഢ്യം കാണിച്ചത്. നമ്മൾ അവരെ അംഗീകരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ പല താല്പര്യമാണെങ്കിൽ പോലും നടത്തുന്നുണ്ടല്ലോ. പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം സംശയാസ്പദമാണ്. അത് സംശയമില്ല. കാരണം അഞ്ചരക്കണ്ടിലെ CPM നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ ആ കുട്ടികൾ കോൽക്കളി അവതരിപ്പിക്കുമ്പോൾ ടീഷർട്ട് ധരിച്ചതിന് കർട്ടൻ താത്തിയ CPM നേതാവ് അധ്യാപകരായിട്ടുള്ള സ്കൂൾ അത് ശ്രീ ഷാക്കിർ, താങ്കൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന് നമ്മൾ ഈ വിഷയത്തോട് ചേർത്തുകൊണ്ടുള്ള രാഷ്ട്രീയമാണ്. അതൊരു കലാവേദിയാണ്. സ്വാഭാവികമായും ഇവർ നോക്ക്, ഞാൻ ചോദിക്കട്ടെ വേറെ കാര്യം. ഈ ലോകത്തിൽ ഏറ്റവും വലിയ കൂടുതൽ മനുഷ്യരെ കൊന്ന മനുഷ്യന്റെ പേരെന്താ അറിയും? അല്ല, അത് അങ്ങനെയല്ലോ. ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ്. ആ ജോസഫ് സ്റ്റാലിനെ കേരളത്തിലെ CPM ഓഫീസുകളുടെ എല്ലാ അദ്ദേഹത്തിന് ഫോട്ടോ ഇല്ലേ? എടുത്തറിയാൻ പറയും സ്റ്റാലിന്റെ ഫോട്ടോ. 20 ദശലക്ഷം ആളുകളാണ് സ്റ്റാലിൻ കൊന്നിട്ടുള്ളത്. അവരെ ആരാധിക്കുന്ന പൂജിക്കുന്ന പാർട്ടിയാണ് CPM. എന്നിട്ട് ഇവർക്ക് എവിടെയാണ് മനുഷ്യത്വം? ഇവർക്ക് ഏത് കാലത്താണ്? ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതിയുടെ പേര് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരും ഒന്നാണ് അല്ലേ? ഇവർക്ക് മനുഷ്യത്വമുണ്ടോ? അല്ല, എനിക്കത് ടെക്നിക്കലി ഒന്നും സ്ഥിരീകരിക്കാൻ പറ്റില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ ആദ്യത്തെ കൊലപാതകയുടെ പേര് എന്നുള്ളത് താങ്കൾക്കത് ആരോപിക്കാം. പക്ഷേ താങ്കൾ ഈ കോൽക്കളിയുടെ കാര്യം പറഞ്ഞത് കൊണ്ടാണ്. അതൊരു കലാവേദിയാണ്, മാറ്റുരയ്ക്കുന്ന വേദിയാണ്, മത്സരവേദിയാണ്. അവിടെ സാധാരണ നിലയിൽ നമ്മൾ എവിടെയും ഒരു ആഘോഷത്തിന്റെ ഭാഗമായോ ഒന്നും അത്തരം പ്രവൃത്തികൾ കണ്ടിട്ടില്ല. അതൊരു പക്ഷേ ഈ മാനുവലിന് ചേരാത്ത ഒന്നായിരിക്കാം. അതിന് നമ്മൾ രാഷ്ട്രീയമായാണോ കാണേണ്ടത് എന്ന സംശയമാണ് ഞാൻ ഉന്നയിച്ചത്. മാനുവലിന് ചേരാത്തതാണെങ്കിൽ ആ കുട്ടികൾക്ക് മാർക്ക് കൊടുക്കാതിരുന്നാ പോരെ? അല്ലാണ്ട് കുട്ടികൾ പഠിച്ച് വന്നിട്ട് അവതരിപ്പിക്കുമ്പോ പരിപാടി സ്റ്റാർട്ട് ചെയ്ത പിന്നെ കർട്ടൻ താത്തല. അതെന്ത് പരിപാടിയാ? CPM-കാരുടെ മനസ്സിന്റെ യഥാർത്ഥ ചിത്രമാണ് അഞ്ചരക്കണ്ടിയിൽ കണ്ടിട്ടുള്ളത്. ഇവർക്ക് വോട്ട് വേണം. ഇവരെ കുറിച്ച് CPM-കാരെ കുറിച്ച് നമുക്കറിയാലോ.
നാട്ടിൽ അത്യാവശ്യം നെലിമ്പലുള്ള ആളാണ് സ്വന്തം അച്ഛനെങ്കിൽ ആ അച്ഛനെ കൊന്ന് അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് വോട്ട് കിട്ടുമെങ്കിൽ അത് ചെയ്യാൻ മടിയില്ലാത്ത പാർട്ടിയുടെ പേരാണ് CPM. ഏത് നെറികേട് ചെയ്തിട്ടും വോട്ട് കിട്ടിയാൽ മതി, അത് സംശയമില്ലാത്ത കാര്യമാണ്. ശരി, തീർച്ചയായും താങ്കൾക്ക് അത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാം. ശ്രീ സേനാപതി വേണു, എന്തു തന്നെയാണെങ്കിലും CPM സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ അവർ നടത്തുന്ന നീക്കങ്ങൾ, അതിപ്പോൾ ആഗോള അയ്യപ്പ സംഗമമാകട്ടെ, പലരും രാഷ്ട്രീയ വിമർശനം എന്ന നിലയിൽ ഉയർത്തുന്ന ചോദ്യം, ഈ 9ാമത്തെ വർഷമാണോ പിണറായി വിജയൻ ഇങ്ങനെയൊരു ആഘോഷം നടത്താൻ സാധിച്ചത് എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. പൊതുവെ SNDP അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും CPM അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കാറ് എന്നുള്ള വിമർശനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട് ഒരു നേതാവ് എന്ന നിലയിൽ. അതേസമയം സുകുമാരൻ നായരൊന്നും അങ്ങനെയായിരുന്നില്ല. ഇപ്പോൾ സുകുമാരൻ നായർ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം നിലപാട് മാറ്റി എന്നാണല്ലോ നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് മറ്റു വിഭാഗങ്ങളെ, ക്രൈസ്തവ വിഭാഗത്തെ, ഇസ്ലാം വിഭാഗത്തെയൊക്കെ തെരഞ്ഞെടുപ്പിലേക്ക് ചേർത്ത് നിർത്തുക, പാർട്ടിയോട് ചേർത്ത് നിർത്തുക എന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന ഒന്നാണ്. JB കോശി കമ്മീഷന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഈ ടോപ്പിക്കിൽ വരുന്നതല്ലാത്തത് കൊണ്ട് ഞാൻ മാറ്റിവെക്കുന്നു. എങ്കിൽ പോലും പലസ്തീൻ ഐക്യദാർഢ്യം എന്ന നിലയിൽ ആണ് എങ്കിൽ പോലും കോഴിക്കോട് ഒരു സമ്മേളനം നടത്തുന്നു. ആ സമ്മേളനത്തിൽ സ്വാഭാവികമായും ആരുടെ പിന്തുണയാണ് ലഭിക്കുക എന്ന് താങ്കൾക്കറിയാമല്ലോ. അത്തരം സാധ്യതകളെ CPIM പ്രയോജനപ്പെടുത്തുമ്പോൾ ഈ കോൺഗ്രസ് വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ സ്വാഭാവികമായും CPMനോടൊരു അനുകമ്പയോ അല്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നുണ്ടല്ലോ എന്ന തോന്നലോ ഒക്കെ ഉണ്ടാക്കുക സ്വാഭാവികമല്ലേ ശ്രീ സേനാപതി വേണു? അത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിക്ക് സാധ്യത സൃഷ്ടിക്കുന്നില്ലേ? അതിന് തിരിച്ചറിയാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു തോന്നലും ഒരു വോട്ടറുടെ മനസ്സിലും ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ ശ്രീ റഹ്മത്തുള്ള പറഞ്ഞതും അതുപോലെ തന്നെ CA ഷാക്കീർ പറഞ്ഞതിനെയും ഞാൻ ഒരു പരിധിവരെ ഞാൻ പിന്തുണയ്ക്കുക. മറ്റൊന്നുമല്ല, ഇപ്പോൾ CPM ഇങ്ങനെ ഒരു സമ്മേളനത്തിന് ഇല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയത് അതിന്റെ സമയവും സന്ദർഭവും ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു വർഷക്കാലമായി ഈ ഗാസയ്ക്ക് നേരെ നടക്കുന്ന ഈ ഭീകരമായ അതിക്രൂരമായ അക്രമങ്ങളും അവിടെ കുട്ടികൾ പട്ടിണി കൊണ്ട് മരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൗതുകരമായ ഒരു കാര്യം അഭിലാഷെ, അത് ശരിയാവുകയോ തെറ്റാവുകയോ ഇരിക്കട്ടെ, ഒരു 4 ദിവസത്തിനകം ഇത് അവസാനിക്കാൻ പോകുന്നു എന്നാണ് ലോകത്ത് നമ്മൾ ഇപ്പൊ കേൾക്കുന്ന ഒരു വാർത്ത. ട്രംപിന്റെ ഇടപെടല്, ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടല്, മറ്റ് മധ്യസ്ഥരുടെ ഇടപെടല്, അതുപോലെ തന്നെ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ അക്രമത്തിന് കടന്നുകയറ്റത്തിന് അവര് ക്ഷമയൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഘട്ടത്തിൽ. അപ്പോ നമ്മളെല്ലാം ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്നവരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് 3-4 ദിവസത്തിനകം ഈ കെടുതി അവസാനിക്കും എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ CPM ഈ ഐക്യദാർഢ്യവുമായി വന്നിരിക്കുന്നത്, റാലിയുമായിട്ട് വന്നിരിക്കുന്നത്, എന്റെ ബഹുമാന്യനായ ഞാൻ ആദരിക്കുന്ന രാഷ്ട്രീയ നേതാവ്, CPMന്റെ പരിണിതപ്രജ്ഞനായ നേതാവ് ശ്രീ സമ്പത്ത് പറഞ്ഞതുപോലെ അത്ര നിഷ്കളങ്കമായിട്ടുള്ള ഒന്നല്ല. അതിന്റെ പിന്നിൽ ഇറങ്ങിയിരിക്കുന്നത് തികച്ചും വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള CPMന്റെ കുതന്ത്രം, ആ കുതന്ത്രത്തിലെ രാഷ്ട്രീയമാണ്. ഇവിടെ അഭിലാഷ് ചോദിച്ച ഒരു ചോദ്യം, ആഗോള അയ്യപ്പ സംഗമം നടത്തി NSSന്റെ നേതാവ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം ആരെങ്കിലും പറഞ്ഞ പോലെ ഇന്നത് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വോട്ട് ചെയ്യുന്ന ഒരു പൊതുസമൂഹമാണോ കേരളത്തിലെ ജനങ്ങൾ? ഇതൊക്കെ വളരെ കൃത്യമായി കഴിഞ്ഞ 9.5 കൊല്ലമായി ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് താങ്കൾ പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷേ അതിനുശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണന് NSSന്റെ സെക്രട്ടറിയുമായി ചർച്ച നടത്തി, മറ്റ് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ പോയി കണ്ടു. മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ തിരുവഞ്ചൂരിൻ്റെ മറുപടി എന്തായിരുന്നു? ഇല്ല എന്ന് പറയാനാകില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ സമുദായ നേതാക്കൾക്ക് പഴയതുപോലെയുള്ള സമുദായ സ്വാധീനമുണ്ടോ? ജനങ്ങൾ അല്ലെങ്കിൽ ഓരോ സമുദായത്തിൽപ്പെട്ടവർ സമുദായ നേതാക്കളെ അതേപടി അനുസരിക്കുന്നുണ്ടോ എന്നതൊക്കെ സംശയകരമാണ്. ഞാൻ അതിനോട് യോജിക്കുന്നു താങ്കളുടെ അഭിപ്രായത്തോട്. പക്ഷേ ഒരു ചെറിയ ശതമാനമെങ്കിലും വോട്ടുകൾ സ്വാധീനിക്കാൻ അവർക്കും ശേഷി ഉണ്ടാകുമല്ലോ. അതിനെ കോൺഗ്രസ് ഗൗരവത്തോടെ കാണുന്നുണ്ട് എന്നതുകൊണ്ടായിരിക്കുമല്ലോ ഈ തിരുവഞ്ചൂരൊക്കെ അങ്ങനെ പോയി കണ്ടതും.
അല്ല 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 ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഏതെങ്കിലും പാതകം ചെയ്തുവെന്നോ അല്ലെങ്കിൽ സാമുദായിക സംഘടനകളൊക്കെ തെറ്റാണോ എന്നൊന്നും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഇവരുമൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങൾ പുലർത്തുന്നു. പക്ഷേ ഞങ്ങൾ ചില ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ആ ചോദ്യത്തിന് മറുപടി ലഭിച്ചിട്ടില്ല. അങ്ങ് സൂചിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി അവരുടെ നിലപാട് മാറ്റിയിട്ടുണ്ടോ? അതായത് സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കേസിനെ സംബന്ധിച്ച് ഇപ്പോഴും ഇവർ പറയുന്നത് ഇപ്പൊ ഭരണഘടന വിശാലമായ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുന്നു, അതൊക്കെ നിൽക്കട്ടെ. ഞാൻ ശ്രീ സമ്പത്ത് സാറിനോട് വിനയപരിസരം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ശബരിമലയിലെ യുവതി പ്രവേശനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ അധ്യായം എന്നാ, അടഞ്ഞ അധ്യായം എന്നല്ല, കഴിഞ്ഞ അധ്യായം എന്നാ. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇവര് സംസാരിക്കുമ്പോൾ തന്നെ ഇതിനകത്തെല്ലാം ഇരട്ടത്താപ്പ് നിൽക്കുക. ആ ഇരട്ടത്താപ്പ് കേരളത്തിലെ പൊതുസമൂഹം, വിശ്വാസികളായ സമൂഹം അവർ ചർച്ച ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ശ്രീ സേനാപതി വേണു, ഞാൻ താങ്കളുമായി ഒരു ഡിബേറ്റിനോ അല്ലെങ്കിൽ തർക്കത്തിനോ വേണ്ടിയല്ല ഞാൻ പറയുന്നു. നമ്മൾ ആ വിഷയത്തിന്റെ മെറിറ്റ് എന്തുമായിക്കൊള്ളട്ടെ, ആ വിഭാഗം, അതായത് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ ശബരിമല യുവതീ പ്രവേശന സമയത്ത് വലിയ തോതിൽ വിശ്വാസികളായിട്ടുള്ളവർ പൊതുനിരത്തിലേക്ക് ഇറങ്ങുകയും പ്രതിഷേധം നടത്തുകയും ഒക്കെ ചെയ്തു. അതൊരു വസ്തുതയാണ്. അതിന് നേതൃത്വം നൽകുന്നവരിൽ NSS ഒക്കെ മുൻനിരയിലുണ്ടായിരുന്നു. അതേ NSSന്റെ സംഘടനാപരമായി ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ നിൽക്കുന്ന ആളാണല്ലോ സുകുമാരൻ നായർ. അദ്ദേഹം പറയുന്നത് എന്താണ്? കോൺഗ്രസും അല്ലെങ്കിൽ BJP സർക്കാരും ഒന്നും ചെയ്തില്ല, വിശ്വാസത്തെയും പാരമ്പര്യത്തെയും നിലനിർത്തുകയാണ് ചെയ്തത് ഇടതുപക്ഷ സർക്കാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേണമെങ്കിൽ അവിടേക്ക് യുവതികളെ പ്രവേശിപ്പിക്കാമായിരുന്നു, അതിന് തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് എന്തു തന്നെയാണെങ്കിലും അവരെ പിന്തുണയ്ക്കുന്ന, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആ നിലപാടിൽ നിന്ന് മാറ്റം വരുന്നു എന്നത് രാഷ്ട്രീയമായി CPMന് നേട്ടമല്ലേ ഉണ്ടാക്കുക? അതല്ലേ കോൺഗ്രസ് വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ്. അതിനപ്പുറത്ത് താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ ഇനി സുപ്രീം കോടതിയിൽ പോയാൽ അഫിഡവിറ്റ് മാറ്റുമോ, അല്ലെങ്കിൽ ഈ പ്രവേശനത്തോട് നിലപാടെന്താണ്, അതിനൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയമായി നോക്കിക്കാണുമ്പോൾ വോട്ട് പ്രധാനപ്പെട്ടതാണ് എന്ന് താങ്കൾക്കും എനിക്കുമൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ അതൊരു നേട്ടമോ വിജയമായി അംഗീകരിക്കേണ്ടി വരികയല്ലേ ശ്രീ സേനാപതി വേണു? അല്ല അഭിലാഷേ, വോട്ടിന്റെ ഘട്ടം വരുമ്പോ ഈ വിശ്വാസി സമൂഹം അവർ ഈ ചോദ്യം വളരെ കൃത്യമായി വിശകലനം ചെയ്യും. ആരാണ് വിശ്വാസി സമൂഹത്തോടൊപ്പം നിൽക്കുന്നത്, നാളെ ആരും നിൽക്കും, ഇപ്പോൾ ഞങ്ങൾ വിശ്വാസികളോടൊപ്പം എന്ന് പറയുന്നവരുടെ യഥാർത്ഥ നിറമെന്ത്? അത് കേരളത്തിലെ വിശ്വാസ സമൂഹം അതിന്റെ ഒരു അസിഡ് ടെസ്റ്റാണ് അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ കാര്യം വളരെ സ്പഷ്ടമായി കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന്റെ മുമ്പാകെ ഞങ്ങൾ പറയാൻ പോകുന്ന ഇതാണ്. ഈ ആഗോള അയ്യപ്പ സംഗമം വിളിച്ചുകൂട്ടിയിരിക്കുന്ന ആളുകൾ, അവരുടെ നിലപാട്, അവരുടെ വിശ്വാസ സമൂഹത്തോടുള്ള നിലപാട്, ആ നിലപാടുകൾ എന്താണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയം ഡിബേറ്റിലേക്ക് എടുക്കേണ്ടതായി വന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോഴാണ് അയ്യപ്പ സംഗമത്തിന് പിന്നാലെ കൃത്യമായി കോഴിക്കോട് തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് അവിടെ പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ആ വിഭാഗത്തെ അല്ലെങ്കിൽ ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവരെ കൃത്യമായി അഭിസംബോധന ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്നൊരു സന്ദേശം CPM നൽകി കഴിഞ്ഞുവല്ലോ. അല്ല, ഇവിടെ ബഹുമാനായ ശ്രീ സമ്പത്ത് ഒരു ചിത്രം ഉയർത്തി കാണിച്ചല്ലോ. ഇവിടെ എന്താ പറഞ്ഞ CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയോടൊപ്പം, അന്നത്തെ സെക്രട്ടറിയോടൊപ്പം നിൽക്കുന്ന ചിത്രമൊക്കെ. ആരാണ് യഥാർത്ഥത്തിൽ ആദ്യം പലസ്തീനെ അംഗീകരിക്കുകയും ആ രാജ്യത്തെ അംഗീകരിക്കുക അതിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ യസർ അറാഫത്തിനെ ഇന്ത്യയിൽ സ്വീകരിക്കുകയും അവർക്ക് ഒരു രാജ്യത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ അംഗീകാരം കൊടുക്കുകയും ചെയ്തത് പഴയ കോൺഗ്രസ് ഗവൺമെന്റ് ആണ്, ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. മൈ ബ്രദർ, അതാണല്ലോ ഇന്ദിരാഗാന്ധി അവരെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞത്. ആ ഒരു ചരിത്രം ഇവിടെ നിൽക്കുമ്പോൾ അപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാടുകൾ വളരെ കൃത്യമല്ല. ഇവിടെ ആരാണ് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്തവരുള്ളത്? എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരല്ലേ. പക്ഷെ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന ഈ സമയമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നാളെയോ മറ്റന്നാളോ വെടിനിർത്തൽ ഉണ്ടാകും എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തില് ഈ 24-ാം മണിക്കൂറിൽ അല്ലെങ്കിൽ 48-ാം മണിക്കൂറിൽ ഞങ്ങൾ പലസ്തീനെ ഒരു ധാരണ എന്നത് പ്രധാനപ്പെട്ടതല്ലേ? അതായത് ഗാസ എന്ന ഭൂപ്രദേശത്തെ സംബന്ധിച്ച് ഇപ്പോഴും ഈ വെടിനിർത്തലിലേക്ക് പോയാൽ പോലും തർക്കമുണ്ടല്ലോ. അത് പലസ്തീന് വിട്ടു നൽകുമോ, പലസ്തീൻ്റെ ഭൂപ്രദേശമായി അംഗീകരിക്കുമോ, പലസ്തീൻ ജനതയ്ക്ക് കൃത്യമായ സ്വാതന്ത്ര്യം ലഭിക്കുമോ, അത്തരം ചർച്ചകളൊക്കെ നിൽക്കുന്നു. അത് താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ നാളെയോ മറ്റന്നാളോ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നേക്കാം. പക്ഷേ ഗസയുടെ പുനർനിർമ്മാണം, ഗസയുടെ അധികാരമാർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന് ഇപ്പോൾ പോലും ഈ ഫോർമുല തയ്യാറാക്കുന്നവർ പറയുന്നത് ചുരുങ്ങിയത് 3 വർഷം വേണമെന്നാണ്.
അല്ല അത് ഞാൻ പറഞ്ഞല്ലോ, ഈ വിള്ളല് ഇപ്പോ PLO പോലുള്ള സംഘടനകൾ അവിടെ നിലനിൽക്കുന്നു. അവർക്ക് അവിടെ ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ കഴിയുമോ? ഹമാസ് എന്ന് പറയുന്ന സംഘടന, അവർക്ക് അവിടെയുള്ള സ്വാധീനം എത്ര? ഈ കാര്യങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ചർച്ച ചെയ്ത് തീരുന്ന കാര്യമല്ല. പക്ഷെ നമുക്കറിയാവുന്നത് എന്താ, ഇന്ത്യ ഔദ്യോഗികമായി സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്താണ്? അത് പലസ്തീനെ അംഗീകരിച്ച നിലപാടാണ്. അതിൽ മാർക്സിസ്റ്റ് പാർട്ടി മാത്രം പ്രത്യേകമായി ഞങ്ങളുടെ ഐക്യദാർഢ്യവുമായി ഈ 24 മണിക്കൂറിൽ അല്ല, അങ്ങനെ ഞാൻ താങ്കളോട് ആവർത്തിക്കുന്നു, ഈ ചരിത്രത്തെ നമ്മൾ മാറ്റേണ്ടതില്ലെന്ന്. താങ്കൾ ഈ സൂചിപ്പിച്ച പോലെ ശരിയാണ്, UPA സർക്കാരിന്റെ കാലഘട്ടത്തിലും ഒക്കെ, അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരുകൾ എക്കാലത്തും പലസ്തീന് പിന്തുണ അർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇസ്രായേലുമായും സഹകരണം പുലർത്താവുന്ന സമയത്ത് അതൊക്കെ പുലർത്തിയിട്ടുമുണ്ട്. അത് ഒരു രാജ്യമെന്ന നിലയിൽ അങ്ങനെ തന്നെ പോകണം, അതിലൊന്നും ആർക്കും തർക്കമില്ല. ശ്രീ സേനാപതി വേണു, നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യമാണ്. താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ ഈ വോട്ടർമാർ എന്ന് പറയുമ്പോൾ അതിൽ യുവാക്കളുണ്ടാകും, പ്രായം കുറഞ്ഞവരുണ്ടാകും, വലിയ ചരിത്രബോധമൊന്നും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാകും. അവരെയൊക്കെ പ്രയോജനപ്പെടുത്തുക, അവരെയൊക്കെ ചേർത്ത് നിർത്തുക, അവരുടെ വോട്ടുകൾ കൂടി സമാഹരിക്കുക എന്നതൊക്കെയല്ലേ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ. ഇപ്പോൾ ചരിത്രം പണ്ട് അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞങ്ങളെ ഇപ്പോഴും പുതിയ ജനതയും അംഗീകരിക്കും, പുതിയ തലമുറയും അംഗീകരിക്കും. അങ്ങനെയാണോ കോൺഗ്രസ് ഇപ്പോഴും ചിന്തിക്കുന്നതും? അങ്ങനെയാണോ കോൺഗ്രസ് ഇനിയും പ്രവർത്തിക്കേണ്ടത്? ശ്രീ സേനാപതി വേണു. അല്ല, അവിടെ പുതിയ തലമുറയോ പഴയ തലമുറയോ എന്നുള്ളതാണ്. അത് നയമാണ്, നിലപാടാണ്. ആ നിലപാടുകൾ കൃത്യമായിട്ട് ഞങ്ങൾ തുടരുന്നു. ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആ നിലപാട് അതെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള നിലപാടാണ്. അതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഞങ്ങളിതാ പുതിയ ഐക്യദാർഢ്യവുമായിട്ട് വന്നിരിക്കുന്നു, ഞങ്ങളുടെ ഐക്യം നിങ്ങൾക്കൊപ്പമാണ്. അത് ഒരു ഭാഗത്ത് ആഗോള അയ്യപ്പ സംഗമം വിളിച്ചു കൂട്ടിയിട്ട് അതിന് ഘടകവിരുദ്ധമായി, അതായത് ഭൂരിപക്ഷ വർഗീയതയെ താലോലിച്ചുകൊണ്ട് ആ വർഗീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ് പിറ്റേ ദിവസം ന്യൂനപക്ഷ വർഗീയതയെ ഒന്ന് പരിപോഷിപ്പിച്ചേക്കാം എന്നത്. അപ്പൊ ഇതിന്റെ വൈരുദ്ധ്യം യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ മതേതര വിശ്വാസികളായ വോട്ടർമാർ, സമാധാനകാംക്ഷികളായ വോട്ടർമാർ അത് കൃത്യമായിട്ട് വിലയിരുത്തും. അഭിലാഷേ, ആ വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പുകളുടെ പ്രതിഫലനമായിട്ട് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് എന്തായാലും ഇന്ന് CR മഹേഷ് മൗനം ആചരിച്ചു അല്ലേ? അല്ല, മഹേഷിന്റെ പ്രതികരണം വരുമല്ലോ, സ്വാഭാവികമല്ലേ? ചില കോൺഗ്രസ്സുകാരെങ്കിലും ഇന്നത്തെ ദിനത്തിനൊരു പ്രാധാന്യമുണ്ട് എന്നൊക്കെ തിരിച്ചറിഞ്ഞോ എന്നൊരു സംശയം ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ശരി. എന്തായാലും ശ്രീ സമ്പത്ത്, താങ്കൾ ഉയർത്തിക്കാണിച്ച ചിത്രം ഞങ്ങളുടെ സ്ക്രീനിലുണ്ട്. ചില സാങ്കേതികമായി, അതായത് ഷാക്കിർ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്തിപ്പോവാം. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതാ ഇപ്പോൾ ഈ പ്രേക്ഷകർ കാണുന്ന ചിത്രം അത് ഫുൾ സ്ക്രീനിൽ തന്നെ കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് യാസർ അറാഫത്തും കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന EMS നമ്പൂതിരിപ്പാടും ചേർന്ന് നിൽക്കുന്ന ചിത്രം. മറുഭാഗത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി നിലവിലെ പലസ്തീൻ അംബാസഡർ, ഇന്ത്യയിലെ പലസ്തീൻ അംബാസഡർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. അഭിലാഷ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറയൂ. നമ്മുടെ 3 ചങ്ങാതിമാരും ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിലിപ്പോൾ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ പത്രം വായിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർ ചരിത്ര നിഷേധം പറയുന്നത് കൊണ്ടോ അതിനെയെല്ലാം എതിർക്കാനായി ഞാനിപ്പോൾ പോകുന്നില്ല. അവരവരുടെ വഴിക്ക് അത്തരം കാര്യങ്ങളായിക്കോട്ടെ. മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ, അവരുടെ വക്താക്കൾ അവരുടെ രാഷ്ട്രീയവും പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഒരു ചിത്രം കൂടി ഉയർത്തി കാണിക്കുകയാണ്. AI നിർമ്മിതമായ ചിത്രമൊന്നും അല്ല ഇത്. CPIM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസ് തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് ചേരുന്ന സമയത്ത് അന്ന് ഈ പാർട്ടി കോൺഗ്രസിൽ 2025-ാം ആണ്ട് ഏപ്രിൽ മാസം 4-ാം തീയതി ഈ ചിത്രത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ള സഖാവ് പിണറായി വിജയനും സഖാവ് ബൃന്ദ കാരാട്ടും സഖാവ് പ്രകാശ് കാരാട്ടും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഫലസ്തീന്റെ ഒരു വേഷം, നമ്മൾ ഈ കസീൽ എന്ന് പറയുമല്ലോ, അത് അണിഞ്ഞുകൊണ്ട് നിൽക്കുന്നതായ ചിത്രമാണ് ഈ ചിത്രം. ഇത് ഞങ്ങളുടെ എല്ലാ പ്രതിനിധികളും CPIM-ന്റെ 24-ാം പാർട്ടി അപ്പൊ അങ്ങനെ ഇത് കൊടുത്ത സമയത്താണ് BJP-യുടെയും RSS-ന്റെയും അതുപോലെ തന്നെ ഈ സമൂഹ മാധ്യമങ്ങളെ വിസർജന പാത്രങ്ങളാക്കി കരുതുന്ന ചില ആളുകളും ഞങ്ങളെല്ലാം ദേശദ്രോഹികളായി, ദേശവിരുദ്ധരായി അത്തരത്തിലെല്ലാം ചിത്രീകരിച്ച് അക്രമികളെ പ്രോത്സാഹിപ്പിക്കുന്നവർ എന്നുള്ള നിലയിലെല്ലാം പറഞ്ഞത്. ഈ എയ്ത അമ്പ് കൊള്ളേണ്ടടുത്ത് കൊള്ളുമ്പോഴാണ് മൃഗത്തിന്റെ വല്ലാത്തതായിട്ടുള്ള വെപ്രാളവും അതിൻ്റെതായിട്ടുള്ള വല്ലാത്ത രോദനവും ആക്രോശവും എല്ലാം അത്തരത്തിലുണ്ടാവുക നല്ലത്. ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഇപ്പോൾ ഇത് നടത്തിയത് എന്തിനു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്.
ഓർക്കുന്നുണ്ടോ? ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് 2009-14 രണ്ടാം UPA ശേഷമുള്ള 2014-19 ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയിൽ ആദ്യമായി ഒരു ക്യാമ്പ് റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ ദ മോസ്റ്റ് പെർസിക്യൂട്ടഡ് റെഫ്യൂജീസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ സെക്രട്ടറി ജനറൽ തന്നെ അത്തരത്തിൽ വിലയിരുത്തിയതായ റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ ക്യാമ്പ് ഈ ഡൽഹിയിലെ കാളന്തി കുഞ്ചിൽ പോയി നരകത്തെക്കാൾ വല്ലാത്ത കഷ്ടപ്പാടിൽ കഴിയുന്ന അവരുടെ ഇടയിലേക്ക് പോയ ഒരു CPM MP ആയിരുന്നു അന്ന് ഞാൻ. മുസ്ലിം ലീഗിന്റെ ഒരു നേതാക്കളെയും കണ്ടില്ല. അല്ല, ഇത്തരത്തിൽ പറഞ്ഞ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ചില ആളുകൾ ഞങ്ങൾ ആക്ഷേപിച്ചവരാരെയും കണ്ടില്ല. ആ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വോട്ടുണ്ടായിരുന്നത് കൊണ്ടല്ല, വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല CPM സമ്പത്ത് എന്നൊരു പാർലമെന്റ് അംഗത്തെ അയച്ചതും പിന്നീട് ഞങ്ങൾ പാർലമെന്റിൽ ലോക്സഭയിൽ ഇത് ഉന്നയിച്ചതും. ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമതി സുഷമ സ്വരാജ് ലോക്സഭയിൽ തന്നെ ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ പുനരധിവാസത്തിനായി $10 മില്യൺ സഹായം അത്തരത്തിൽ പ്രഖ്യാപിച്ചതും അതെല്ലാം ഇത്തരത്തിൽ മനുഷ്യത്വപരമായ ഒരു പ്രവർത്തനത്തെ മനുഷ്യത്വപരമായി ദയവായി കാണണം എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി സോവിയറ്റ് യൂണിയൻ ഒന്നും നിലവിലില്ല, അതുകൊണ്ട് കമ്മ്യൂണിസം എല്ലാം തകർന്നു എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. കാരണം ഇനിയിപ്പോൾ താജ്മഹൽ എന്തെങ്കിലും തകർന്നാൽ പ്രണയം ഇല്ലാതാകും, തകർന്നു പോകും, സ്നേഹം നഷ്ടപ്പെട്ടു പോകും എന്ന് ആരെങ്കിലും പറയണമെങ്കിൽ പറയാം. അഭിവന്ദനായ ശ്രീ CH മുഹമ്മദ് കോയ എന്റെ പിതാവിന്റെ സുഹൃത്തു കൂടിയായിരുന്നു. ഒരുമിച്ചും പിണങ്ങിയുമെല്ലാം രാഷ്ട്രീയമായി പല ചേരികളിലുമെല്ലാം നിന്നിട്ടുള്ളതാണ്. ശരി, ഈ ഇപ്പോഴത്തെ ഞാനിരിക്കുന്ന വീട് പഴയ വീടായിരുന്നപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ശ്രീ CH മുഹമ്മദ് കോയ അദ്ദേഹത്തിന്റെ യാത്രാക്കുറിപ്പുകൾ ഇപ്പോഴത്തെ ചില ലീഗ് നേതാക്കളൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അദ്ദേഹം സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കുകയും സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം എഴുതിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ യാത്ര, അദ്ദേഹം മറ്റു ചില രാഷ്ട്രങ്ങളുമെല്ലാം സന്ദർശിച്ചു, സോവിയറ്റ് യൂണിയൻ അന്ന് സന്ദർശിച്ചു. ഇപ്പം ഞാനിപ്പോൾ ഈ കഴിഞ്ഞ കാര്യങ്ങളിലേക്കൊന്നും പോകാനല്ല, ഞങ്ങൾ തിരുവനന്തപുരത്ത് യുദ്ധവിരുദ്ധ റാലി നടത്തി, സംസ്ഥാനത്ത് എല്ലായിടത്തും നടത്തി, ഇന്ത്യയിൽ എല്ലായിടത്തും നടത്തി. ഞാൻ കവിത എഴുതുന്ന ആളൊന്നുമല്ല. എന്റെ സഖാക്കൾ നിർബന്ധിച്ചിട്ട് ഞാൻ ഈ മരണം മഴ പോലെ പെയ്യുന്ന ഗാസ എന്നുള്ളത് ഒരു കുട്ടി, ആ കുട്ടി ഇങ്ങനെ ഭിക്ഷാപാത്രവുമായി നിൽക്കുന്നവളുടെ തലച്ചോറിലേക്ക് വെടിയുണ്ട മാഞ്ഞ് പുറകിൽ നിൽക്കുന്ന ഒരു കുട്ടിയുടെ പാത്രത്തിൽ വീഴുന്നതും ഈ മാധ്യമപ്രവർത്തകൻ അയാളുടെ ക്യാമറ വെടിയുണ്ടയ്ക്ക് അത് ചിന്ന ഭിന്നമായി പോകുമ്പോൾ മൊബൈല് അത് വലിച്ചെടുത്ത് അയാൾ ആ പടങ്ങളെടുക്കുന്നതും അയാളുടെ ചോര വീഴുന്നതും ഒക്കെ അതിങ്ങനെ പറഞ്ഞ് കേട്ട് കണ്ട് അറിഞ്ഞതായ കാര്യങ്ങൾ നൊന്തതുകൊണ്ട് എഴുതിപ്പോയതാണ്. ഒരു CPM-കാരൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എഴുതിയത് തെറ്റായി പോയെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണ്ട, ക്രൂശിച്ചോളൂ, ഞങ്ങൾ അത് ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. ഇവിടെ കോഴിക്കോട് ഇത്തരത്തിലൊരു കാര്യം ചെയ്തു എന്നുള്ളതാണ്. ഖത്തർ ആക്രമിക്കപ്പെട്ടു, ഇസ്രായേൽ ആക്രമിച്ചു. അതിനെതിരായി കൂടി 3 ദിവസം മുമ്പാണ് CPIM-ന്റെ നേതാക്കളും LDF-ന്റെ നേതാക്കളും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ഉദ്ഘാടനം ചെയ്തതും തിരുവനന്തപുരത്ത് തന്നെ ഇത് നടന്നത്. എന്തിനാണ് ഇപ്പോൾ നടത്തിയത്? എന്തിനാണ് അവിടെ നടത്തിയത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നടത്തുന്നത്? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾ ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടന അംഗീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾ ഇന്നത്തെ ഇന്ത്യ ഗവൺമെന്റ് സാമ്രാജ്യത്വത്തിന്റെ വിടുപണി ചെയ്യുന്നതിനെതിരായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അത് പാർലമെന്റിനകത്തായാലും നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും നാവുള്ള കാലത്തോളം ശബ്ദിക്കുകയും ചെയ്യും, കാലുള്ള കാലത്തോളം നടന്നു തന്നെ ഇപ്പറയുന്ന ചുവരെഴുത്ത് നടത്തും, പോസ്റ്റർ ഒട്ടിക്കും. ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാലത്തോളം ചിന്തിക്കുകയും ചെയ്യും. ഞങ്ങൾക്കെതിരായി ഇത്തരത്തിൽ പറയുന്നവരോടും സഹോദര നിങ്ങളുടേതായ ഈ ഒരു കറ ഒന്ന് മാറ്റി നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്യും. ലോക സമാധാനത്തിന് വേണ്ടി തന്നെ ഞങ്ങൾ നിൽക്കും. ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ടത് മനുഷ്യന്റെ ജീവനാണ് എന്ന കാര്യം നമ്മൾ എല്ലാവരും ഓർക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പലസ്തീൻ വിഷയമൊന്നും ഇപ്പോ ട്രംപ് പറയുന്നത് പോലെ തീരേണ്ടതായ ഒരു കാര്യമല്ല. അവിടെ ശാന്തി വേണം, സമാധാനം വേണം, അടിയന്തരമായി അത് വേണം. പക്ഷേ ഗാസ വിൽപ്പനച്ചരക്കാകരുത്. ഗാസയിലെ മനുഷ്യരെ മുഴുവൻ നിഷ്കാസനം ചെയ്തുകൊണ്ട് അവിടെ മുഴുവനും ഇത്തരത്തിൽ ഈ ട്രംപിന് വേണ്ടിയിട്ട് ലോകത്തിലെ സമ്പന്നർക്ക് വേണ്ടിയിട്ട് വിരാജിക്കാനുള്ളതായിട്ടുള്ള ഒരു തീരമായി മാറ്റുകയല്ല വേണ്ടത്. അവിടെ ജനിച്ചു വളർന്ന മനുഷ്യരുടെ ഭൂമിയാണ്. ആ ഭൂമിയിൽ അവർക്ക് ജീവിക്കാൻ, അവിടെ തന്നെ പണിയെടുക്കാൻ, അവിടെ തന്നെ അവർ കൊടുക്കാനുള്ള എല്ലാ അവകാശവും ട്രംപിന്റെ ഔദാര്യമല്ല. പൊട്ടിമുളച്ച ഒരു സ്നേഹമല്ല, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ളതല്ല, പാർട്ടി കോൺഗ്രസിന്റെ വേദിയിലടക്കം. അത് അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷേ താങ്കളും ആ ദൃശ്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എവിടെയൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാമോ അവിടെയൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ CPIM നടത്തുന്നുണ്ടാകാം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇപ്പോൾ ഷാക്കിറും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആരാണ് പലസ്തീനിലേക്ക് സഹായം എത്തിച്ചത്, ഏത് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആണ് എന്ന് സേനാപതി വേണുവും അക്കാര്യം പറഞ്ഞു. അതിനോടൊന്നും ഒരു വിയോജിപ്പുമില്ല. പക്ഷേ വർത്തമാന കാലഘട്ടത്തിലെ രാഷ്ട്രീയമാണല്ലോ പ്രധാനപ്പെട്ടത് എന്നതുകൊണ്ടാണ് ഈ ചോദ്യം
താങ്കളോട് ഉന്നയിക്കേണ്ടതായി വരുന്നത്. അതുകൊണ്ടല്ലേ എറണാകുളത്തിന് പുറത്ത് കോഴിക്കോടും വളരെ പെട്ടെന്ന് എങ്കിലും ഒരു റാലി സംഘടിപ്പിക്കേണ്ടി വരുന്നത് എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരുന്നത്. ആയിക്കോട്ടെ അഭിലാഷ്, എനിക്ക് ചെറിയ സമയം തരുന്നത് 3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം. ഇവർക്ക് റാലി സംഘടിപ്പിച്ചത് ഓക്കെ, നല്ല കാര്യമാണ്. ഇപ്പൊ ശ്രീ സമ്പത്ത് പറഞ്ഞു വെച്ചല്ലോ, ഇവര് മനുഷ്യാവകാശത്തിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ ഐക്യതയായിട്ട് പെടുകയാണ്, പ്രയാസപ്പെടുന്ന മനുഷ്യർക്കൊപ്പമാണ്. നോക്കൂ, നിങ്ങൾ കേരളത്തിലെ മനുഷ്യരെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിട്ട് കേരളത്തിലെ മനുഷ്യരെ മൃഗീയമായി കൊലപ്പെടുത്താനും പിന്നെ ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി പലസ്തീനിന്റെ ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. പക്ഷെ കൂട്ടത്തിൽ ഇവർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ആര് എന്ന് നമുക്കറിയാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം നേരത്തെ പിന്നെ ഫോട്ടോ ഉയർത്തി കാണിച്ചല്ലോ. ഞാനിപ്പോ അഭിലാഷിന് ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഇതാ, നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇത് റാമല്ലയിലെ, ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പേഴ്സണൽ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. ഇതിലൊരു സിഗ്നേച്ചർ ഉണ്ട്. റാമല്ലയിലെ യാസർ അറഫാത്തിന്റെ വസതിയിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയായ അഹമ്മദ് സാഹിബ് ഇന്ത്യയുടെ ഞങ്ങളുടെ സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട്, പ്രേക്ഷകർക്ക് കാണാം. അതായത് യാസർ അറഫാത്തിന്റെ മുകളിലായി കാണുന്ന സൈൻ അല്ലേ? ശരി, അത് ആ സിഗ്നേച്ചർ ആയിരുന്നറിയോ? യാസർ അറഫാത്ത് ഇന്ത്യക്ക് തിരിച്ചു കൊടുക്കാൻ എന്റെ കയ്യിൽ എന്റെ ഹൃദയം കൊണ്ട് എഴുതി വെക്കുന്ന ഈ സിഗ്നേച്ചർ ആണ്. ശരി, ഞാൻ പറഞ്ഞത് നമുക്ക് ചരിത്രമല്ല പറയേണ്ടത് എന്നതുകൊണ്ടാണ് എനിക്ക് സമയക്കുറവുണ്ട്. ഇതിലൊന്നും ഒരു തർക്കവുമില്ല. ഇപ്പൊ സമ്പത്ത് പറഞ്ഞ മറ്റൊരു കാര്യം, ഇപ്പൊ സമ്പത്ത് സൂചിപ്പിച്ച മറ്റൊരു കാര്യം, റോഹിംഗ്യൻ അഭയാർത്ഥികളെ ക്യാമ്പിൽ പോയിന്നാ. ഈ കൂറ കപ്പലിൽ പോയ മാതിരി പോന്നതല്ല ഞങ്ങളൊക്കെ. മുസ്ലിം ലീഗിന്റെ എംപിമാർ പല സമയങ്ങളിൽ, ഇപ്പൊ ഞാൻ യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറിയാണ്, ഈ അടുത്ത കാലത്ത് ഇപ്പോഴും റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഡൽഹിയിൽ വളരെ പ്രയാസപ്പെട്ട് കഴിയുന്നുണ്ട്. ഞങ്ങൾ ഡൽഹിയിലെ KMC സെക്രട്ടറി ഹലീമിന്റെ നേതൃത്വത്തിൽ പലപ്പോഴും പലരുടെയും സഹായം ഇപ്പോഴും എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുന്നില്ല, തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് സമുദായത്തിനകത്ത് വൈകാരിക വിഷയങ്ങൾ ഏറ്റെടുത്ത് ആളുകളെ പറ്റിക്കാമെന്ന് CPM കരുതുന്നുവെങ്കിൽ അത് വിലപ്പോവില്ലെന്ന് മാത്രമുള്ളൂ. നിങ്ങൾ വാക്ക് കസർത്ത് കൊണ്ട് ആരെങ്കിലും കൂടെ കൂട്ടാമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അത് ഇവിടെ വിലപ്പോവില്ല. നിങ്ങളുടെ പ്രവൃത്തികൾ, അതിലാണ് നിങ്ങൾ സത്യസന്ധത കാണിക്കേണ്ടത്. ഈ ഇത്തരം മനുഷ്യരോട് നിങ്ങൾക്ക് സഹതാപം ഉണ്ടെങ്കിൽ, ഐക്യദാർഢ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിലെ മനുഷ്യരോട് കാണിക്കണ്ടേ? കേരളത്തിലെ പിറക്കാൻ പോകുന്ന കുട്ടികളെ പോലും പ്രയാസപ്പെടുത്തുന്ന പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പിണറായി വിജയന്റെ ഭരണത്തിൽ ഇനി ആർക്കാ പ്രയാസം ഉണ്ടാവാത്തത്? ആ ആളുകളൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താനുള്ള പണി കൂടി ശ്രീ സമ്പത്ത് നിങ്ങളുടെ പാർട്ടിയോട് പറയണം. നിങ്ങൾ ഭരിക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയോട് പറയണം. അല്ല, അത് അങ്ങനെയൊക്കെയാണോ നമ്മൾ ഈ ഒരു വിഷയത്തെ നോക്കി കാണേണ്ടത്? അതായത് ഇവർ വിഷയത്തെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇതൊരു രാഷ്ട്രീയ നിലപാടല്ലേ ശ്രീ ഷാക്കിർ? അല്ലാതെ CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന, അല്ല, ഇത് രാഷ്ട്രീയ നിലപാടല്ല. എന്തുകൊണ്ട് ഇവരെ എറണാകുളത്ത് കൊണ്ടുപോയി? അഭിലാഷേ, CPM പാർട്ടി കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. തിരുവനന്തപുരത്തോ എറണാകുളത്തോ വെക്കാത്ത റാലി ഈ പിന്നെ അതല്ലേ പറഞ്ഞത് പാർട്ടി കോൺഗ്രസ് നടന്നത് കോഴിക്കോടാണോ ശ്രീ ഷാക്കിർ? താങ്കൾക്കറിയില്ലേ? ഇത് പക്ഷം ചേരലല്ല ശ്രീ ഷാക്കിർ. നമ്മൾ വസ്തുത പറയുമ്പോൾ അതിനെ പക്ഷം ചേരലായി കണക്കാക്കില്ലേ? അദ്ദേഹം ചോദിച്ച ചോദ്യം താങ്കൾ ശ്രദ്ധിച്ചു കാണല്ലേ? അതായത് പാർട്ടി കോൺഗ്രസ് നടന്നെടുത്ത അല്ല, എനിക്ക് ആ സംശയമുണ്ടല്ലോ. ഞാൻ അതിനെ തള്ളിക്കളിക്കല്ല. കോഴിക്കോട് നടത്തിയത് എന്തിനാണ് എന്നല്ലേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. പക്ഷേ അങ്ങനെ കോഴിക്കോട് ലീഗിനും നടത്തേണ്ടി വരുന്നു എന്നുള്ളിടത്താണ് ഈ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഈ ഫലസ്തീൻ ജനതക്കൊപ്പം ആര് നിന്നാലും അത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്, നല്ലതാണ്. ശരി, പക്ഷെ CPMന്റെ ഈ ഉദ്ദേശം ദുരുദ്ദേശപരമാണ് എന്ന് സ്വാഭാവികമായും അവരുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ സംശയിച്ചു പോവുകയാണ്. അവിടെയാണ് എന്റെ പോയിന്റ്. ശരി, ശ്രീ റഹ്മത്തുള്ള, ഇത് ഉദ്ദേശം ദുരുദ്ദേശമായിക്കൊള്ളട്ടെ, പക്ഷേ ഈ സൂചിപ്പിക്കുന്നത് പോലെ ലീഗിനും വളരെ പെട്ടെന്നാണെങ്കിലും കോഴിക്കോട് നടത്തേണ്ടി വന്നു ഒരു റാലി എന്നത്. അത് ഷാക്കിർ തന്നെ സമ്മതിച്ചു, അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്തതൊന്നും അല്ല എന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല, പലത്ത് പറയില്ലേ? CPM പറഞ്ഞു മുസ്ലിം ലീഗ് പ്ലാൻ ചെയ്ത് എറണാകുളത്ത് നടത്തി, കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗ് ഇന്ന് കോഴിക്കോട് നടത്തി. അല്ലല്ല, ശരി, കോഴിക്കോട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് പ്ലാൻ ചെയ്ത് പിന്നെ ആ ആളുകൾ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ ഫോട്ടോ ഏതാണ്? കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി മൊയ്തീൻ ഉൾപ്പെടെയുള്ള പങ്കെടുക്കുന്ന ജാഥയുടെ ഫോട്ടോ അല്ലേ? സമയം തരുന്നു, അതുകൊണ്ടാണ്. ശ്രീ റഹ്മത്തുള്ള, ഇത് എന്തുമായിക്കൊള്ളട്ടെ, ഈ പറയുന്നത് പോലെ ദുരുദ്ദേശത്തോടെ ആയിക്കൊള്ളട്ടെ, പക്ഷേ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് ഇത്തരം ഐക്യദാർഢ്യങ്ങൾ, അത് റാലിയാകട്ടെ സമ്മേളനങ്ങളാകട്ടെ, അതൊക്കെ ആത്യന്തികമായി CPMന് ഗുണം ചെയ്യുമെന്നതിൽ താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? CPMന് ഗുണം ചെയ്യും എന്നതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ആഗോള അയ്യപ്പനുത്സവമാണെങ്കിലും ഇപ്പോൾ നടക്കുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയാണെങ്കിലും ഒക്കെ CPMന് മതന്യൂനപക്ഷങ്ങളെ
CPM-നോട് അടുപ്പിക്കാനും അവർക്ക് വരുന്ന പ്രാദേശിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വോട്ടുകൾ കേന്ദ്രീകരിക്കാനും അവരെ സഹായിക്കുമെന്നത് തീർച്ചയാണ്. മാത്രമല്ല, എന്തൊക്കെ നമ്മൾ CPM-മായി വിയോജിപ്പുണ്ടെങ്കിലും ഇന്ത്യയുടെ തുടക്കകാലം മുതൽ തന്നെ യാസർ അറഫാത്തിനെയും ഫലസ്തീനെയും ഒക്കെ അംഗീകരിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചിരുന്നത്. ശീതസമരത്തിന്റെ കാലത്ത് റഷ്യയും യാസർ അറഫാത്തിനെ നന്നായി അംഗീകരിച്ചിരുന്നു എന്നത് സത്യമാണ്. പക്ഷെ അതോടൊപ്പം എനിക്ക് ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര ഗവൺമെന്റ് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ 1981 ഇസ്രായേൽ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന മോശെ ദയാൻ ഡൽഹിയിലെത്തുകയും ഇന്ത്യ ഗവൺമെന്റുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ഇസ്രായേൽ മന്ത്രി എന്ന ബഹുമതി അദ്ദേഹത്തിനുള്ളതായിരുന്നു. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഇസ്രായേലുമായി അടുത്ത ചങ്ങാത്തമാണ് പുലർത്തുന്നത്. അതിനു മുമ്പ് കോൺഗ്രസ് ഇതര ഗവൺമെന്റ് ആയിരുന്ന ജനതാ പാർട്ടി ഗവൺമെന്റ് ആയിരുന്നു ഇസ്രായേലുമായി ബന്ധത്തിന് ശ്രമിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കും. മുസ്ലിം ലീഗ് ആണെങ്കിലും CPM ആണെങ്കിലും ഒക്കെ വോട്ട് കിട്ടും എന്ന് പറയുമ്പോൾ ഫലസ്തീൻ ഐക്യദാർഢ്യാണ് റാലിയാണെങ്കിലും അതുപോലെ പൗരത്വ നിഷേധത്തിനെതിരായ റാലിയാണെങ്കിലും ന്യൂനപക്ഷങ്ങളെ സംബന്ധിക്കുന്ന റാലിയാണെങ്കിലും ഒക്കെ നടത്തും. അടുത്ത ദിവസം തന്നെ കോട്ടയത്തോ അല്ലെങ്കിൽ ആലപ്പുഴയുടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്ത് കൂടി CPM വലിയ പരിപാടികൾ നടത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്കും വോട്ടുണ്ട് എന്ന് CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള പരിപാടികൾ വരും ദിനങ്ങളിൽ നടത്തുമെന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ വരും ദിവസങ്ങളിൽ കോട്ടയത്തോ മറ്റേതെങ്കിലും ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്തോ പുതിയ ഒരു പരിപാടിയുമായി അവർ കടന്നു വരും എന്നതാണ് എന്റെ പ്രതീക്ഷ. ശ്രീ സേനാപതി വേണുവിലേക്കൊന്ന് പോകണം. അതിനു മുമ്പ് ശ്രീ എ സമ്പത്ത് വളരെ പെട്ടെന്ന്. ഒറ്റ കാര്യമുള്ളൂ, ഇന്ത്യയിൽ യാസർ അറഫാത്ത് പങ്കെടുത്തുകൊണ്ട് നടന്ന ഏറ്റവും വലിയ റാലി, ജനക്കൂട്ടം, പൊതുയോഗം എവിടെയായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് നോക്കിയേ, 1990 മാർച്ച് മാസം 28 അന്നത്തെ കൽക്കട്ടയിൽ അന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് ജ്യോതി ബസുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലാണ് യാസർ അറഫാത്ത് ഇന്ത്യയിൽ പങ്കെടുത്ത ഏറ്റവും വലിയ പൊതുയോഗം. അദ്ദേഹം സഖാവ് ജ്യോതി ബസുവിനെ ആലിംഗനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, നോട്ട് ഓൺലി മൈ ബ്രദർ ബട്ട് മൈ കോമ്രേഡ് എന്ന് പറഞ്ഞ് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് യാസർ അറഫാത്ത് പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ യോഗം നടന്നത് അന്നാണ്, മറന്നു പോകരുത്. തീർച്ചയായും ഞാൻ ആവർത്തിക്കുന്നു, ഈ ചർച്ചയിൽ എല്ലാവരും ഈ ഇസ്രായേൽ വിരുദ്ധത പ്രകടിപ്പിച്ചതും അല്ലെങ്കിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുമായ കാര്യങ്ങൾ പറയുന്നു. ഇവിടെ സേനാപതി വേണു ഈ KP റഹ്മത്തുള്ള തുടക്കത്തിൽ തന്നെ ഇതിനൊരു ലക്ഷ്യമുണ്ട്, ഒരു ദുരുദ്ദേശത്തോടെയാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും ആ ദുരുദ്ദേശം ആത്യന്തികമായി CPM-ന് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്നൊരു വേദി കിട്ടുന്നു, ആ വേദിയിൽ പലസ്തീൻ്റെ അംബാസഡറെ പങ്കെടുപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ മോദിയെ വിമർശിക്കാൻ പറ്റുന്ന ഒരു അവസരമുണ്ടാകുന്നു. ഇസ്രായേലിനെയാണ് മോദി പിന്തുണയ്ക്കുന്നത് എന്ന വിമർശനം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉന്നയിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വേദികളെ പ്രയോജനപ്പെടുത്തുകയാണ് CPM ചെയ്യുന്നത്. ആ സന്ദേശത്തിലൂടെ കൃത്യമായ ആ സമുദായത്തെ ഒപ്പം നിർത്തുകയാണ് ചെയ്യുന്നത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും CPM-ന് ഗുണം ചെയ്യുമെന്നാണ് റഹ്മത്തുള്ളയുടെയും നിരീക്ഷണം. അതാണ് ഈ ചർച്ചയ്ക്ക് പ്രധാനപ്പെട്ടതായി മാറുന്നതും. ആ തിരിച്ചറിവുണ്ടോ എന്ന് തന്നെയുമാണ് ഞാൻ ആവർത്തിച്ച് കോൺഗ്രസിനോട്, കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ താങ്കളോടും ചോദിക്കേണ്ടി വരുന്നത്. അല്ല, അതിന്റെ എതിർവശവും ഉണ്ടെന്നേ. രാഷ്ട്രീയത്തിൽ ഒരു വശം മാത്രമല്ല, അതിന്റെ എതിർവശവും ഉണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ എതിർവശവും ഉണ്ട് രാഷ്ട്രീയത്തില്. ഇവിടെ ശ്രീ സമ്പത്ത് പറഞ്ഞു, ഞങ്ങൾ ഇപ്പൊ കോഴിക്കോട് റാലി സംഘടിപ്പിച്ചു. ഞാൻ ചോദിക്കുന്നു, CPM ഇതുപോലെ ശക്തമായി നിൽക്കുന്നു, ഇപ്പൊ ഭരണത്തിലൊന്നും ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ബംഗാളിൽ CPM-ന്റെ ഘടകങ്ങളൊക്കെ ഇപ്പോഴും അവരുടെ കേഡറുകളെല്ലാം വളരെ ശക്തമായിട്ട് നിൽക്കുന്നല്ലോ. ബംഗാളിലോ ത്രിപുരയിലോ ഒന്നും ഈ ഐക്യദാർഢ്യത്തിന്റെ റാലികളൊന്നും നമ്മൾ കാണുന്നില്ലോ. അപ്പൊ ഇത് വളരെ കൃത്യമായ ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശത്തിന്റെ പേരിൽ അവർ നടത്തുമ്പോൾ ആഗോള അയ്യപ്പ സംഗമവും അതുപോലെ തന്നെ പലസ്തീൻ ഐക്യദാർഢ്യവും ഇനി വരാൻ പോകുന്ന 10-33 വരുന്ന പുതിയ സംഗമങ്ങളുണ്ടല്ലോ, ഈ സംഗമങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് നടത്തി ഇവരുദ്ദേശിക്കുന്ന ഫലത്തിലേക്ക് വരത്തില്ല. ഇത് അതിന്റെ നേരെ വിപരീതമായ ഫലത്തിലേക്ക് വരികയുള്ളൂ. അത് വരും ദിവസങ്ങളിൽ കേരളത്തിലെ പൊതുസമൂഹം, കേരളത്തിലെ മതേതര പൊതുസമൂഹം ആ കാര്യം അവർ തിരിച്ചറിയും. പണ്ട് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാരും എന്നാണ് പറഞ്ഞെങ്കിൽ, മതം മനുഷ്യന്റെ വോട്ടിനുള്ള കുറുക്ക് എന്ന പുതിയ സിദ്ധാന്തം അതിവരെ എത്രമാത്രം പ്രയോഗിച്ചു കഴിഞ്ഞാലും ആ സിദ്ധാന്തം പ്രായോഗികത്തിൽ അത് വരത്തില്ല എന്നുള്ളത് അത് വരും. അങ്ങനെ ഒരു പോളിസിയിലേക്ക് എന്തായാലും കോൺഗ്രസ് ഇല്ല എന്നാണോ?
അല്ല, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പരസ്യമായ വർഗീയമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഒരിടത്ത് ആഗോള അയ്യപ്പ സംഗമം വിളിച്ചു കൂട്ടുന്നു, അപ്പുറത്ത് മറ്റ് സമുദായങ്ങളുടെ സംഗമം വിളിച്ചു കൂട്ടുന്നു. ഇതെല്ലാം ഇവരിങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞ് അങ്ങനെ ഒരു നിലയിലേക്ക് നമുക്ക് കേരളത്തെ കൊണ്ടുപോകാൻ, കേരളത്തിൽ പറയേണ്ടത് നിങ്ങൾ രാഷ്ട്രീയം പറ, ആ രാഷ്ട്രീയ നിലപാടുകളിൽ കേരളത്തിലെ പൊതുസമൂഹം നിൽക്കട്ടെ, അതാണ് കേരളത്തിൽ വേണ്ടത്. അത് സ്വീകരിക്കാതെ ഇവിടെ വോട്ടിന് വേണ്ടി പിണറായി വിജയന്റെ തന്നെ വാക്കുകളെ കടമെടുത്താൽ. അല്ല, ഞാൻ ചർച്ച സുദീർഘമായി പോവാൻ സമയമില്ല, ഇത് ദയവായി അതൊരു ടോപ്പിക്കായി കാണണ്ട. പക്ഷേ ഈ ലീഗിന് ചെറിയ അതൃപ്തിയൊക്കെ ഉണ്ട്, വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ട് ശ്രീ സേനാപതി വേണു. ഇല്ലെന്നേ, അതെങ്ങനെയാ ഇപ്പോ UDF എന്താ പറഞ്ഞ കോൺഗ്രസിൽ ഒരു വലിയേട്ടൻ മനോഭാവമോ അല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങളില്ലല്ലോ. ഞങ്ങൾ എല്ലാ ഘടകകക്ഷികളുമായി വളരെ സൗഹൃദത്തോടു കൂടി. ഇനി ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ, CPM മാത്രം മതിയോ ഈ ഐക്യദാർഢ്യം? ഇടതുപക്ഷ മുന്നണിയിലെ ബാക്കി കക്ഷികളെ എന്നാൽ അവരെയും കൂടെ ഒന്ന് കൂട്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വരെ ഈ CPM മാത്രമായിട്ട് എന്താ ഈ ഐക്യദാർഢ്യത്തിലേക്ക് ചുരുങ്ങുന്നത്? അതെന്താ ഈ CPIക്കോ അതല്ലെങ്കിൽ അവിടെയുള്ള എന്താ പറഞ്ഞ ഈ ചെങ്കൊടി എന്തുന്ന മറ്റ് ഘടകകക്ഷികൾക്കൊന്നും ഈ ഐക്യദാർഢ്യത്തിൽ പങ്കില്ലേ? അപ്പോ ഇതൊന്നും യഥാർത്ഥത്തിലുള്ള ഐക്യദാർഢ്യമല്ല, ഇത് വോട്ടിന് വേണ്ടിയുള്ള ഐക്യദാർഢ്യമാണ്. അത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയും. വൈകാരികമായി ആളുകളെ ഇങ്ങനെയൊക്കെ ഇളക്കിക്കൊണ്ട് ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ജയിക്കാം എന്ന് വിചാരിച്ചാൽ അത്, ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ഇതിനൊക്കെ ഒരു മറുവശം കൂടിയുണ്ട്. ആ മറുവശവും വളരെ കൃത്യമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തീർച്ചയായും തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഓരോ വോട്ടുകളും പ്രധാനപ്പെട്ടതാണ്. അതിപ്പോൾ ഏത് മത സാമുദായിക വിഭാഗത്തിൽപ്പെട്ടവരുടേത് ആയാലും. അതിനിടെയാണ് ഈ ഗാസ വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായ നോളജ് കൂടുതലുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങളോട് കൂടുതൽ പ്രതികരിക്കുന്ന ജനതയാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെ നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്തത്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ എ സമ്പത്ത്, ശ്രീ സേനാപതി വേണു, ശ്രീ ഷാക്കിർ, ഒപ്പം ശ്രീ KPO റഹ്മത്തുള്ള. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.